നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം രാജ്യത്തെ 12 ഇടങ്ങളിലെ SDPI ഓഫീസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന. കഴിഞ്ഞ ദിവസം കള്ളപ്പണ ഇടപാടിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളം കൂടാതെ തമിഴ്നാട്ടിലും കർണാടകത്തിലും UPയിലും രാജസ്ഥാനിലും വ്യാപക പരിശോധന നടത്തിയത്. റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ ഏജൻസി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു: SDPI നിരോധിക്കുമോ? നിയമ വിദഗ്ധനും പ്രഗത്ഭനായ അഭിഭാഷകനുമായ K. രാംകുമാർ, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ ആരിഫ് ഹുസൈൻ, LDF വക്താവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് രാംകുമാർ, കള്ളപ്പണ ഇടപാട് നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് നിർലോഭം ലഭിക്കുന്നു, പുറത്ത് സോഷ്യലിസ്റ്റ് കവചം, അകത്ത് പക്ക ഇസ്ലാമിക നയങ്ങൾ മാത്രം പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി, നിരോധിത സംഘടനയായ PFIയും SDPIയും ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് ED ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. SDPIയെ നിയന്ത്രിച്ചിരുന്നത് PFI ആയിരുന്നു. SDPIയുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് PFI നിരോധനത്തിന് ശേഷം കൃത്യമായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ EDയുടെ റെയ്ഡ്? നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സൂചനാർഹമായ ഒരു ദിനത്തിലാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചതിൽ നിന്ന് അല്പം ഒരു വ്യതിചലനത്തിൻ്റെ ശബ്ദമല്ലേ എന്ന് സംശയിക്കാൻ കാരണമുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയും ലീഗും വരെ ഈ പാളയത്തിലേക്ക് വരുന്നു എന്നാണ് ശ്രീ സാക്ഷാൽ MV ഗോവിന്ദൻ ഇന്ന് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും സൂചനാർഹമായ ഒരു പരാമർശമാണ്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം SDPIയും PFIയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു ഭീകര സംഘടനയുടെ രൂപത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ആർക്കും അത്ഭുതമില്ല. കാരണം കേരളവും കാശ്മീരും ഇത്തരം വിധ്വംസന പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ അവർ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ പശ്ചിമ ബംഗാളുണ്ട്, കർണാടകയുണ്ട്. പ്രീണന രാഷ്ട്രീയം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് വിജയപ്രദമായി നടത്തുന്നുണ്ട്. എന്നാൽ കർശനവും ശക്തമായ നടപടികൾ കാരണം ആസാമിൽ ഈ പരിപാടി വിലപ്പോയില്ല. കാരണം ബംഗ്ലാദേശികളെ എന്ന പേരിൽ ഭീകരവാദികൾ ആസാമിൽ കടന്നു കയറി നുഴഞ്ഞുകയറ്റം നടത്തി അവിടുത്തെ സമാധാന ജീവിതം നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നുള്ളത് ശക്തമായ കർക്കശമായ നടപടികളെ കൊണ്ട് ആസാം ഗവൺമെൻറ് പരാജയപ്പെടുത്തി. ഇതുപോലൊരു സമീപനം നിർഭാഗ്യവശാൽ കേരളത്തിലില്ല, കാശ്മീരിലില്ല, പശ്ചിമ ബംഗാളിലില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല. അതുകൊണ്ടാണ് ഈ സംഘടനകൾ പരസ്യമായി ഭീകരവാദവുമായി കേരളത്തിൽ രംഗപ്രവേശം നടത്തി. അടുത്ത കാലത്ത് തൃത്താലയിൽ ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആദരിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ഹമാസിനെയും പലസ്തീൻ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ആളുകൾ കാശ്മീരിൽ വിഘടനവാദികൾ, പാകിസ്ഥാൻ അനുകൂലികളായ ആളുകളെ കാശ്മീർ വിഭജിക്കണം, കാശ്മീരിൽ സമാധാന ജീവിതം തകർക്കണം എന്ന രീതിയിൽ യോഗം നടത്തിയതും ഏതാണ്ട് ഈ സമയത്താണ്. ഇത് പ്രത്യേകം സൂചനാർഹമാണ്. കാരണം ഇന്ന് ഏറ്റവും അധികം
വിഘടനവാദവും വിധ്വംസ പ്രവർത്തനം നടക്കുന്ന ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളവും ഒന്ന് കാശ്മീരുമാണ്. കാരണം രാഷ്ട്രീയമായി ഇവർക്ക് അഭയം നൽകുന്ന സമീപനം ഈ 2 സംസ്ഥാനങ്ങളാണ് കിട്ടുന്നത്. ഇന്ന് ഇവിടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന കക്ഷിയുടെ നേതാവ് പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും എന്ന് ഒരിക്കലും സംശയിക്കാൻ പോലും. കാരണം പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും മനഃശാസ്ത്രമാണ് ഇവരെ സഹായിക്കാൻ തരുന്നത്. സാക്ഷാൽ ശശി തരൂർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത പരിപൂർണമായും നശിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ചു, ഹമാസിനെ ആക്രമിച്ചതുകൊണ്ടാണ് ഹമാസ് തിരിച്ചടിച്ചത്. എന്തൊരു അസത്യ പ്രസ്താവനയാണ്. നിരപരാധികളായ സ്ത്രീകളടക്കം ഒരു സംഗീത പരിപാടിക്ക് പങ്കെടുക്കുന്ന 300-ലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടാണ് ഇസ്രയേൽ ഹമാസിനെതിരായി നടപടികൾ ആരംഭിച്ച് ആ ഹമാസിനെ വെള്ളപൂശാനും ഭീകരവാദികളല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും ലഷ്കർ തൊയ്ബ തുടങ്ങിയ സംഘടനകളുടെ സമാനമായ പ്രവർത്തന രീതികൾ അവലംബിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലും കാശ്മീരിലും ആ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ രാജ്യസ്നേഹികൾ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ അവരുടെ രാജ്യസ്നേഹം ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കുള്ള പരാധീനതകൾ, അവശതകൾ, ബലഹീനതകൾ ഇത് ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ ഈ ഭീകര സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന് തുനിയാത്ത മുസ്ലിം ലീഗ് അടക്കം ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂടി അതിന് തുനിയുന്നു എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലും വിലയിരുത്തൽ. അപ്പോൾ എന്തുമാത്രം അപകടത്തിൻ്റെ വക്കത്ത് നമ്മുടെ സംസ്ഥാനം എത്തി എന്നുള്ളത് നിഷ്പക്ഷമതികളായ ജനങ്ങൾക്ക്, രാജ്യസ്നേഹികളായ ജനങ്ങൾക്ക്, കപടമതേതരവാദികളല്ലാത്ത ആളുകൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ കപടമതേതരവാദികൾ വരെ നിർബന്ധിത സാഹചര്യത്തിൽ ഇത് ഭീകരപ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാൻ തുനിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വേണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾ നമ്മൾ വീക്ഷിക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരുപാട് ഭീകരപ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അരുതാത്ത പ്രവൃത്തികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് ചൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി SDP, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ആ പേരുമായി പുലബന്ധമില്ലാത്ത പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിലനിന്ന് വരുന്ന സമാധാന അന്തരീക്ഷം തകർക്കുകയും സ്ഥിരമായി മുസ്ലിങ്ങളെ മറ്റ് സമുദായങ്ങൾക്ക് എതിർപ്പാക്കാനും അവരുടെ ഇടയിലുള്ള സമാധാന ജീവിതം നശിപ്പിക്കാനുമുള്ള പ്രവൃത്തികളാണ് ഈ സംഘടന ചെയ്യുന്നത്. ഉദാഹരണം, ആലപ്പുഴയിലെ കുപ്രസിദ്ധമായ മുദ്രാവാക്യം. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കാസർഗോഡ് മേഖലയിൽ ഉയർന്ന മുദ്രാവാക്യം, പണ്ട് പാലക്കാട്ട് നടന്ന മുദ്രാവാക്യം. ഇതൊക്കെ കാണിക്കുന്നത് പരസ്യമായി ഇവിടെ നിലനിന്ന് വരുന്ന സമാധാന അന്തരീക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇഷ്ടം പോലെ സുലഭമായി കിട്ടുന്ന വിദേശ പണം മുതലെടുത്തുകൊണ്ട് മുസ്ലിം അസംതൃപ്തരായ ഒരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാരുടെ വികാരങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ വഴിതെറ്റിപ്പിക്കാനുള്ള പരിശ്രമമാണ്. ഇത് രാജ്യസ്നേഹികളായ ആളുകൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് യാതൊരു വിരോധവുമില്ല. അവർ വഴിതെറ്റിപ്പോകുന്നതാണ് നമ്മളെ ദുഃഖത്തിലാക്കുന്നത്. ആര് വഴി തെറ്റിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരുടെ സംഘടനയാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ സമുദായത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ദുസ്സേവനമാണ് നടത്തുന്നത്. ആ സമുദായത്തിൻ്റെ ഭാവി, ആ സമുദായത്തിൻ്റെ ശ്രേയസ്, മറ്റ് സമുദായങ്ങൾക്കിടയിൽ അവർക്കുള്ള ഇരിപ്പ്, സ്നേഹം, ഇതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ
അവരെ ഭീകരവാദികളായി മാറ്റി വിവാദമായ ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് പരസ്യമായി പിന്തുണ കൊടുത്ത് ചെറുപ്പക്കാരുടെ ആവേശം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ പ്രവൃത്തികളാണ് പോപ്പുലർ ഫ്രണ്ടും SDP-യും ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ അനുവദനീയമല്ലാത്ത മാർഗങ്ങൾ, കള്ളക്കടത്ത്, ലഹരി ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നും ED-ക്ക് വ്യക്തമായി നിർദ്ദേശങ്ങൾ. ചുരുക്കത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ആളുകൾ പാലാ ബിഷപ്പ് അടക്കം മതമൗലികവാദിയായി ചിത്രീകരിക്കപ്പെടുന്നു. അതേസമയം ഈ വിധ്വംസ പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും അനുവദനീയമല്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്നവരെ വലിയ ധീരന്മാരായി ചിത്രീകരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ കാര്യമായി രംഗത്തുള്ള രണ്ട് സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDP-യും. അത് നിരോധിച്ചിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം അത്രമാത്രം അന്തർലീനമായി മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി സ്വാധീനമുറപ്പിക്കാൻ കേരളത്തിലെ പല മേഖലകളും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള വളക്കൂറ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, അവർക്കുള്ള അവശതകൾ, അവരുടെ ഇടയിലുള്ള അസംതൃപ്തി, അനീതി നേരിടുന്നു എന്ന തെറ്റായ തോന്നലുകൾ, ഇതും മുതലെടുത്തുകൊണ്ട് ഇതിന് വളക്കൂറായി സർക്കാരിൻ്റെ സമീപനം. ഈ ദുരവസ്ഥയാണ് നിർഭാഗ്യവശാൽ ഇന്ന് കേരളം നേരിടുന്നത്. ശക്തമായ നിയമ നടപടികളെ കൊണ്ടും കർക്കശമായ ആസാം ഗവൺമെൻറ്റും UP ഗവൺമെൻറ്റും ചെയ്തതുപോലെ കർക്കശമായ നടപടികൾ കൊണ്ട് മാത്രമേ ഇത് നേരിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമീപഭാവിയിൽ കേരളം മറ്റൊരു കാശ്മീരായി രൂപാന്തരപ്പെടും. ഓക്കെ, ഈ ചർച്ചയിൽ ഈ സംവാദത്തിലേക്ക് കോൺഗ്രസിൻ്റെ വക്താവിനെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ ദേശീയ തലത്തിൽ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെയായും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രതിനിധികളെ അയക്കാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസിൻ്റെ മീഡിയ കമ്മിറ്റി ഞങ്ങളെ അറിയിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ലാത്തത്. അഡ്വക്കേറ്റ് ബലദേവ്, SDP-യുടെ ദേശീയ പ്രസിഡൻറ്റിനെ ED അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോഴിതാ 12 ഇടങ്ങളിൽ, കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ വ്യാപക റെയ്ഡ് നടത്തി. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദേശീയ തലത്തിൽ. പക്ഷേ ഇടതുപക്ഷത്തിന് ഒരു നിലപാട് വേണ്ടതല്ലേ അഡ്വക്കേറ്റ് ബലദേവ്? ഇടതുപക്ഷത്തിന് ഒരു നിലപാടേ ഉള്ളൂ. ദേശീയ തലത്തിൽ ഭാരതത്തോട് പ്രതിബദ്ധത പുലർത്താത്ത, അതല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാവുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും നിരോധിക്കുന്നതിന് ഇടതുപക്ഷത്തിനൊന്നും എതിരൊന്നുമല്ല. അതിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിനും എതിരല്ല. ഈ രാഷ്ട്രീയ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നത് RP ആക്ട് സെക്ഷൻ 29 അനുസരിച്ചാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനൊക്കില്ല. രജിസ്ട്രേഷൻ ക്യാൻസലിൽ മാത്രമേ അധികാരം നൽകുന്നു. കേന്ദ്ര ഗവൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ബാൻ ചെയ്യാം. ഇവിടെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ 2022 സെപ്റ്റംബർ 28 കേന്ദ്ര ഗവൺമെന്റ് 5 വർഷത്തേക്ക് അവരുടെ പ്രവർത്തനം ബാൻ ചെയ്തിരിക്കുന്നത്. അതിന് കേസുകൾ സുപ്രീം കോടതിയിൽ കിടക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് അധികാര പരിധിയിൽ വരുന്നതാണ്. അവരെ അന്ന് UAPA ചുമത്തി UAPA സെക്ഷൻ 15 മുതൽ 20 വരെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ അവരോട് ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 2827 രജിസ്റ്റേർഡ് പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. ആ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് റിക്കഗ്നൈസ്ഡ് ഉണ്ട്, അൺറിക്കഗ്നൈസ്ഡ് ഉണ്ട്, നാഷണൽ, ഇങ്ങനെ പല 3 സെക്ഷനുകളുടെ പാർട്ടികൾ തിരിക്കും. ഇത്രയും പാർട്ടികളാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരോധിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് 1934 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് CPI. അത് നിരോധിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റാണ്. അതിനുശേഷം 1954 ഇന്ത്യ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആക്ട് എന്നൊരു ആക്ട് കൊണ്ടുവന്ന് മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിരോധിക്കാൻ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് AKG ഉൾപ്പെടെയുള്ള ഒരു പാർലമെന്റ് ശക്തമായ നേതാക്കന്മാരുള്ള ഒരു സമയമാണ്. അന്ന് AKG പ്രതിപക്ഷ നേതാവൊന്നുമല്ല. അവത്തെ പറ്റി പലരും പറയാറുണ്ട്. AKG പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷമായിട്ടൊന്നും വരില്ല. അപ്പം അന്ന് ആ നിയമം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ല. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരോധിച്ചില്ലെങ്കിലും CPI മാവോയിസ്റ്റ് എന്ന ഒരു തീവ്രവാദ സംഘടന
അത് ഒരു തീവ്രവാദ സംഘടനയാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ബീഹാറിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും പ്രവർത്തിക്കുന്നു. അതിനെ നിരോധിച്ചിട്ടുണ്ട്. CPI-ML നിരോധിച്ചിട്ടുണ്ട്. ചില മുസ്ലിം തീവ്രവാദ സംഘടനകളെ ജെയ്ഷെ മുഹമ്മദ്, അൽ-ഖയ്ദ തുടങ്ങി പലതിനെ നിരോധിച്ചിട്ടുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പല വർഗീയ സംഘടനകളും, അതിനകത്ത് ഹിന്ദു പ്രയോറിറ്റിയുള്ള സംഘടനയുണ്ട്, ക്രിസ്ത്യൻ പ്രയോറിറ്റിയുള്ള സംഘടന, അതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. 45 തീവ്രവാദ സംഘടനകളെ കേന്ദ്രം നിരോധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ SDPI നിരോധിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. അവരുടെ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ അത് നിരോധിക്കപ്പെടുന്നത് തന്നെ വേണം. അതിന്റെ തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, SDPIയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് SDPIയുടെ നിരോധനത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ഇപ്പൊ പല ചാനലുകളിൽ ഇന്നലെയൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. SDPI നിരോധനത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രത്യേകത, ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ 2018 മാർച്ചിൽ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതി, ഡൽഹി കോടതി ശിക്ഷിച്ചു. അപ്പോൾ ആ പാർട്ടിയുടെ നിലനിൽപ്പ്, അപ്പോൾ കേന്ദ്രം കൊടുത്ത തന്നെ റിപ്പോർട്ടിൽ, സത്യവാങ്മൂലത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന് ഓഫീസ് ബെയറെ ശിക്ഷിച്ച് ഏത് കേസിലും ശിക്ഷിക്കാം. ശിക്ഷിച്ചുകൊണ്ട് അത് പാർട്ടിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ നേതാവ്, SDPIയുടെ നേതാവ്, അദ്ദേഹത്തിന് തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കെതിരെ നടപടി വരാം. അപ്പൊ പാർട്ടിക്കെതിരെ നടപടി വരണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് കോടതിയിൽ തെളിയിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗമാണ്. പിന്നെ ED കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. എപ്പോഴും ഏതൊരു കേസിലെയും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവരിടുന്നൊരു സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷൻ നിൽക്കത്തക്ക രീതിയിലെ കോടതി ഇപ്പൊ കൊടുക്കുന്ന പ്രാഥമിക റിപ്പോർട്ടാണ്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ അതുണ്ടെങ്കിൽ മാത്രമേ കോടതി റിമാൻഡ് ചെയ്ത് വിടത്തുള്ളൂ. അതിനോടൊപ്പം റിമാൻഡ് ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കും. അല്ലെങ്കിൽ കോടതി റിമാൻഡ് ചെയ്യത്തില്ല. അപ്പൊ റിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കാണിക്കണം. അപ്പോൾ ഈ പ്രതിയെ വിടാൻ പാടില്ല, പിന്നീട് ആ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ ഇവർക്ക് തീവ്രവാദ പ്രവർത്തനമായിട്ട് ബന്ധമുണ്ട്, പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട്, വിദേശത്തുനിന്ന് പണം ഉപയോഗിക്കുന്നു, ആ പണം ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പലയിടത്തും ജനപ്രതിനിധികളെ ജയിപ്പിക്കുന്നതിനും പല ഭീകര പ്രവർത്തനം നടത്തുന്നതിനും പണം ഉപയോഗിച്ചെന്നൊക്കെ ED റിപ്പോർട്ട് കൊടുത്തിരിക്കും. അപ്പൊ EDയുടെ റിപ്പോർട്ട് എന്തുമാത്രം ശരിയാണ് എന്നുള്ളത് കോടതി കേസുകൾ വിസ്തരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ ഈ, അതായത് താങ്കൾ നോക്കിയാൽ താങ്കളുടെ കയ്യിലുണ്ടല്ലോ റിപ്പോർട്ട്, ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട് ഇത് പല പ്രാവശ്യം കേൾപ്പിച്ചതാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇവരുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ പോളിസി എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കൊടുത്തത്. അതിൽ പറയുന്നുണ്ട്, ദ ഓർഗനൈസേഷൻ ഈസ് എൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എവറി സെൻസ് ഗിവിംഗ് പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ്. രണ്ടാമത്തേത്, വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജിഹാദ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫെൻസ്, ഫിസിക്കൽ, എഡ്യൂക്കേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ. അപ്പോൾ ജിഹാദി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അത് ദേശവിരുദ്ധമല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞ ഇതിനേക്കാൾ കട്ടിയായിട്ട് അതായത് ഇതിൽ കൂടുതലായിട്ട് വേറെ പറയുന്നുണ്ട് നമ്പ്യാർ. ഇത് കൂടുതൽ പറയുന്നുണ്ട്. അതായത് അവരെ പൊതുജനത്തിന്റെ ഇടയ്ക്ക് സാമൂഹ്യ പ്രവർത്തനവും രഹസ്യമായിട്ടും മതപരമായ പ്രവർത്തനവും അതിൽ പറയുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നത് പൊതുജനത്തിനിടയ്ക്ക് അവർക്ക് സാമൂഹ്യ പ്രവർത്തനം എന്നേ തോന്നാവൂ. പക്ഷേ നമ്മുടെ ഇടയിൽ അത് നമ്മുടെ മതപരമായ പ്രവർത്തനമായിരിക്കണം, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനമായിരിക്കണം എന്ന് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വാചകം സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് തീവ്രവാദ പ്രസ്ഥാനമാണ്. പക്ഷേ ഇത് ED ആണ് കോടതിയിൽ തെളിയിക്കേണ്ടത്. ഈ ഹാജരാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ കൊണ്ട് മാത്രം കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്നേക്കാൾ വലിയ അഭാഷൻ രാംകുമാർ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ED കോടതിയിൽ പ്രൂവ് ചെയ്യണം. കാര്യം നമുക്കറിയാം, ED ഹാജരാക്കുന്ന കേസുകളിൽ ഭൂരിപക്ഷം കേസുകളിലും 1-2% താഴെ പോലും കൺവിക്ഷൻ ഇല്ല. ബാക്കി കേസുകളെല്ലാം വെറുതെ വിടുകയാണ്. കാരണം പലപ്പോഴും ED ഹാജരാക്കുന്ന കേസുകളിൽ തെളിവില്ലാതെ പലരെയും വിടുന്നു. പിന്നെ അങ്ങനെയാണ് പല കേസുകളും പോകുന്നത്. മാസങ്ങൾ കഴിഞ്ഞാണ് ഡൽഹി മുഖ്യമന്ത്രിയായാലും പിന്നെ സ്വാതന്ത്ര്യത്തിനൊക്കെ ജാമ്യം കൊടുത്തത് മാസങ്ങൾ കഴിഞ്ഞാണ്. അവരുടെ റിപ്പോർട്ട് കോടതിയിൽ അതിന്റെ ഫൈനൽ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അടുക്കൽ പലതേ ക്ലാരിറ്റി കുറവുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. താങ്കളുടെ നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഒന്ന് റെക്ടിഫൈ ചെയ്യുക. ഞാൻ ആരിഫിലേക്ക് പോട്ടെ. ആരിഫ് ഹുസൈൻ, PFIയെ നിരോധിച്ചപ്പോൾ തന്നെ SDPIയെയും പൂട്ടേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? കാരണം ഒരേ ആശയധാരയുള്ളവർ ആണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലും ഉള്ളത്. ജിഹാദിസം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി, ദേശവിരുദ്ധതയും മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയെ നിരോധിക്കാൻ കൂടുതൽ തെളിവുകളുടെ ആവശ്യമുണ്ടോ? തെളിവുകളുടെ ആവശ്യം എന്തായാലും ഉണ്ട്.
കാരണം അങ്ങനെയാണല്ലോ നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എടുത്തു ചാടി നമുക്ക് ഒരു വിരോധം തീർക്കുന്ന പോലെയോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് SDPIക്കാരുടെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ഇരവാദം എന്ന് പറയുന്നത് ഭരണകൂട വേട്ട അല്ലെങ്കിൽ ഭരണകൂട ഭീകരത എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ്. അത് കണ്ടുപിടിച്ചതുപോലെ അവരാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പോലും ചർച്ചകൾ പല TV ചാനലുകളിലും നമ്മൾ കാണുമ്പോൾ അവിടെയും അവർ കാണുന്നത് ഇത് ഭരണകൂട വേട്ടയാണ്, ഭരണകൂട ഭീകരതയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എഴുതി തള്ളാനോ അല്ലെങ്കിൽ ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സത്യത്തിൽ ഭരണകൂട വേട്ടയാണോ എന്ന് നമ്മൾ നോക്കുക. ഇതൊരു ഭരണകൂട വേട്ടയാണ്. ആരുടെ ഭരണകൂട വേട്ട? തീവ്രവാദ പ്രവർത്തനത്തിന് കോപ്പ് കൂട്ടി അങ്ങനെയുള്ള ആളുകളെ വേട്ടയാടണം. ഒരു കാര്യം ചെയ്ത ആളുകളെ വേട്ടയാടേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇനി ഇതുപോലെ കുഴൽ പണമോ അതല്ലെങ്കിൽ മറ്റ് ഹവാല ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെടുത്തി അതുമൊക്കെ വെച്ചുകൊണ്ട് തീവ്രവാദത്തിന് പണം കണ്ടെത്തുന്ന വഴി അതവർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതിനാണ് തെളിവ്. അപ്പോൾ അത് ചെയ്ത ആളുകളെ ഭരണകൂടം വേട്ടയാടണം. കാരണം നമ്മൾ വേട്ടയാടുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെയും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുള്ള പല ലളിത് മോദി അങ്ങനെ പല ആളുകളും തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വേട്ടയാടി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വേട്ട നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ വേട്ടയും ഓക്കെ ആകണം. അതല്ലാതെ ഇത് ഹലാൽ വേട്ടയും ഹലാൽ അല്ലാത്ത വേട്ടയും അങ്ങനെയൊന്നും ഇതിനകത്ത് കാണേണ്ട കാര്യമില്ല. ഇതൊരു കൃത്യമായ കുറ്റകൃത്യമാണെന്ന് കാണുമ്പോൾ അത് പറയണം. ഇനി ഇതിൽ ഈ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്ന 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറഞ്ഞു. ഇന്റേണലി ഒരു ഇസ്ലാമിക് ഒരു മൂവ്മെന്റും എക്സ്റ്റേണലി നമ്മളൊരു സോഷ്യൽ മൂവ്മെന്റും എന്ന് പറയുമ്പോൾ എന്താണത്? നിങ്ങൾക്കത് ആ ഒരു പ്ലെയിൻ സെന്റൻസിലാണ് കാണാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ അത് തക്കിയാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള സാധനം അത് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പുറത്ത് അങ്ങനെ എപ്പോഴും എടുക്കരുത്. അത് നമ്മൾ അകത്ത് വെക്കുക. നമ്മൾ കുറച്ച് തക്കിയ കൈകാര്യം ചെയ്യുക. പുറത്ത് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരെ വേട്ടയാടണ്ടേ? ആ ഭരണകൂട വേട്ടയോടൊപ്പമാണ് ഞാൻ നിൽക്കുള്ളൂ. ഇനി മറ്റൊരു വേട്ട ഇവർ പറഞ്ഞു വെച്ച ഇവരുടെ 2047 മിഷൻ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താ അവർ എഴുതി വെച്ചിരിക്കുന്നത്? ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അവർ എണ്ണവിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്, അതായത് നമ്മളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരേക്കും ഈ നാട്ടിലുള്ള പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കണം, അതിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണത്? നമ്മളുടെ ദേശീയ ചിഹ്നങ്ങൾ, അതായത് പതാക, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ അംബേദ്കർ, അതുപോലെ SC ST OBC വിഭാഗങ്ങൾ, ഇതൊക്കെ അവരുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമാണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നതിന് ഒരു പറ്റുപുസ്തകത്തിന്റെ വില പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ലക്ഷ്യം കൈവരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി അത് കത്തിച്ച് കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു സാധനം അവിടെ ഇറക്കും. അതാണ് നമ്മളുടെ ഇസ്ലാമിക ശരിയ ആ നിയമം അവിടെ ഇറക്കി വെക്കും. ഇതാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയും ഇങ്ങനെ ചെയ്തു വെക്കുകയും ചെയ്ത ആളുകളെ വേട്ടയാടണം. അതിന് ഭരണകൂട വേട്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഭരണകൂട വേട്ടയോടൊപ്പമാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും തെളിവുകൾ വേണം. അതില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ ഇന്നിപ്പോൾ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ വന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യം അതിവിടെ സൂചിപ്പിച്ചു. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം അതിവിടെ തെളിവുകളോട് ഒപ്പം അതുപോലെ മറ്റു പല രീതിയിൽ അത് മുന്നിലേക്ക് വന്നിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവിട്ട ഇതിനകത്ത് ഫൈസി സാഹിബ് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ കത്തെഴുതിയതൊക്കെ നമുക്കിവിടെ കാണാം. എന്നിട്ടും അതിനകത്തൊരു തീരുമാനമെടുക്കാൻ അങ്ങ് ഹൈക്കമാൻഡിന്റെ ഓർഡർ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം വ്യക്തമാവാണ്. സത്യത്തിൽ ഈ ജിഹാദികൾക്ക് ഏറ്റവും കൂടുതൽ ഇത്ര നാളും അവരോടൊപ്പം നിന്ന് ഈ പണിക്ക് കൂട്ടുനിന്നിരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതല്ല എന്നും അങ്ങനെ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഇടതുപക്ഷമൊന്നും തിരിച്ചറിയുകയും മാത്രമല്ല ഇവിടെ ഇന്നിപ്പോൾ ഹാജരായിട്ടുള്ള നമ്മളുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇരിക്കെ തന്നെ ഞാൻ പറയാണ്, കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി പച്ചയായിട്ട് അതിനെതിരെ പറഞ്ഞുകൊണ്ട് 2018-ലോ 2019-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അഭിമന്യു കൊലപാതകവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് കേരളത്തിലുടനീളം ഈ പറയുന്ന SDPI നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആഹ്വാനം ചെയ്തതും നടത്തിയതും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അത് നമ്മളിവിടെ പറയണം. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പല രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ഈ അടുത്ത് നമ്മൾ കണ്ടത് എന്താണ്? വോട്ട് ഇതുപോലെ പാർട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ച കാണുന്നു. അത് പലപ്പോഴും ഇവിടെ കോൺഗ്രസിനായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നിവിടെ കോൺഗ്രസിൻ്റെ ഈ അസാന്നിധ്യം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ ഇടയിൽ ആരാണ് യഥാർത്ഥത്തിൽ
ഈ ന്യൂനപക്ഷ വർഗീയത വളർത്തുന്നതിനും അത് കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഈ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നതിനും കുട്ടിച്ചോറാക്കുന്നതിനും കൂട്ടുനിൽക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള ഒരു വഴികൂടിയായിട്ടാണ് ഇവിടെ ഇത് മാറിയിരിക്കുന്നത്. അല്ല, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ SDP-യുമായിട്ട് ഒക്കെ കൂട്ടുകൂടുന്നു എന്നൊരു പരാമർശമാണല്ലോ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്ല, പുരപ്പുറത്ത് ഇരുന്ന് പ്രസംഗിക്കുമ്പോഴും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. എം വി ഗോവിന്ദന് വേണമെങ്കിൽ പച്ചക്ക് പറയാമായിരുന്നു അല്ലേ, കള്ളപ്പണ SDP-യുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഗോവിന്ദന് മാത്രമാണ്. യെസ്, അത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഈ ഇടതുപക്ഷത്തോടുള്ള ഒരു വിയോജിപ്പ് ഇപ്പം എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. കാരണം അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ആ ഒരു ബാൻ ചെയ്യുന്ന സമയത്തും ആ വാർത്ത വന്ന ഘട്ടത്തിൽ പോലും അത് നന്നായി എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പോലും അന്ന് സാധിച്ചിട്ടില്ല. അവിടെയും അത് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് RSS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിന്ദു സംഘടന അതൊക്കെ പറഞ്ഞിട്ടല്ലാതെ ഇത് പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഇത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം. ഇത് തിരിച്ചറിഞ്ഞ് അത് പച്ചയ്ക്ക് പറയാം. പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലതുപക്ഷം നിങ്ങൾ ശക്തിപ്പെടുന്നു എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് ശക്തിപ്പെടുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാന്നാണ് ഞാൻ പറയുക. അത് മാത്രമല്ല, ഇത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് ആഗോളതലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഇവിടെ. ഇത് ഒരു SDP-I പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹമാസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു ഇന്ത്യൻ ഹമാസ് ആണ് ഈ സംഗതി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി വല്ല സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒരു തീവ്രവാദ കൂട്ടം തന്നെയാണ്. അവരുടെ ലക്ഷ്യം ജിഹാദാണ്. അത് അവരുടെ മാർഗം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഫണ്ട് കണ്ടെത്താനുള്ള വഴികൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജിഹാദ് എന്ന ഒരു സംജ്ഞ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത്തരം ഒരു സംജ്ഞ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കടന്നൽ കൂട്ടം ചോദിക്കുന്നത്, താങ്കൾക്ക് എന്തറിയാം ഈ ജിഹാദിനെ കുറിച്ച്, അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആ ജിഹാദ് എന്തോ നല്ല കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ വ്യാഖ്യാനം കൊടുക്കുകയാണ് ഇവർ. അതെ, അതായത് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഒരു വലിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സാധാരണ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സംഗതി പഠിക്കുന്നില്ല മദ്രസയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ഇപ്പം നമ്മളൊന്നും ഈ ജിഹാദിനെ കുറിച്ച് പഠിച്ചത് നമ്മളുടെ ഈ സമസ്ത പഠിപ്പിക്കുന്ന മദ്രസയിലൊന്നുമല്ല എന്താണ് ഈ ജിഹാദ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് മദ്രസയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ പിന്നീടാണ് മനസ്സിലാവുന്നത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോട് ചിരിക്കാൻ പറയുന്നത് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് മുതൽ, ഇതെല്ലാം ജിഹാദാണെന്നൊരു വശത്ത് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ ഒരു മൈൽഡ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ലെവൽ മാറും. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മൈനർ ജിഹാദ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് മേജർ ജിഹാദിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ ലെവലാണ്. ആ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇസ്ലാം ഇവിടെ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ, ദീൻ മുഴുവൻ അത് ഇസ്ലാം ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ആ യുദ്ധം ചെയ്യുന്നതിനെയും ജിഹാദ് തന്നെയാണ് വിളിക്കുക. അത് ഒഫൻസീവാണ്, അവിടെ ആയുധമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് പല തരമുണ്ട്. ആ പല തരത്തിൽപ്പെട്ട, ഇപ്പം നഖം വെട്ടുന്നത് അടക്കം ഒരു ജിഹാദായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അവിടെ നിന്ന് നിൽക്കില്ല, അത് പിന്നെ യുദ്ധത്തിലേക്കും പോകും. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കമൻ്റ് ഇടുന്ന സമയത്ത് പറയുന്ന വിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒഫൻസീവ് ജിഹാദിനെ കുറിച്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരെവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ജോസഫ് മാഷെ കൈവെട്ടിയിട്ട് ചോര കൊടുത്ത ഒരു ജിഹാദ് ആണെന്നാണ് അവർ പറയുക. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് തന്നെ സ്ഥാപിക്കാനൊക്കെ പറ്റും. കൈ വെട്ടിയതും ജിഹാദാണ്, അതാണ് സംഗതി. അത് പറയുന്നില്ല. അപ്പോൾ ഒരു വലിയ ജിഹാദ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ചോരയും കൂടി കൊടുക്കുമ്പോൾ 2 ജിഹാദാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ 2 ജിഹാദിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ വെട്ട് നടന്നില്ല, ആ വലിയ ജിഹാദ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ജിഹാദിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഈ രീതിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഒരു ഹോൾ പാക്കേജാണ്. നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് അത് മാത്രം എടുക്കുക, ഇത് മാത്രം എടുക്കുക, അങ്ങനെ നടക്കില്ല. ഈ ഇസ്ലാമിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാക്കേജായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അതില്ലാതെ നിങ്ങൾക്കൊരു ഇസ്ലാമിക രാജ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ്, ഇത് പഠിക്കാത്ത ആളുകളാണ് ഇതല്ല ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെഴുകുന്നത്. ഇത് അറിയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ ഈ തർക്കത്തിനൊന്നും നിൽക്കില്ല. അവർ നേരെ കൈവെട്ടാനും കാൽവെട്ടാനും ഇതുപോലുള്ള പണം പിരിക്കാനും അതിന് ഇറങ്ങി നടക്കുകയാണ്. അവർക്ക് ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം ഇതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചു 2 വർഷം ആകുമ്പോഴേക്കും ഇവർ ഇത്ര മണ്ടന്മാരാണോ വീണ്ടും ഇതേപോലെ ഇങ്ങനെ വന്ന് ഈ കുഴിയിലേക്ക് ഈ ട്രാപ്പിലേക്ക് വന്ന് ചാടാൻ ഇത്ര മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവർ ഈ ശക്തി പ്രകടനം നടത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ഇതിങ്ങനെ ഞങ്ങളെ പിടിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്ന് നിൽക്കുന്നത്? ഇവർ നടത്തുന്ന
സാമ്പത്തിക ഇടപാടുകളൊന്നും ട്രേസ് ചെയ്യാൻ പറ്റാത്ത വിധം മണ്ടന്മാരാണോ നമ്മുടെ നാട്ടിലുള്ള ഈ ഇന്റലിജൻസ് ഓഫീസേഴ്സ് എന്നൊക്കെയാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, അവർക്കറിയാം ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇത് ചെയ്യൽ അവരുടെ ബാധ്യതയാണ്. കാരണം അത് ജിഹാദാണ്. ഈ ജിഹാദ് ചെയ്യാൻ മുഹൂർത്തമില്ല. അത് എപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നു അപ്പം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഗാസയിൽ നടക്കുന്ന വിഷയം പോലും അവിടെ എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഒടുവിൽ അവിടെ ഇതുപോലെ കുട്ടിച്ചോറായി കഴിഞ്ഞപ്പോൾ ഗാസയിലുള്ള പള്ളിയിൽ ഇമാമുമാർ പറയാൻ തുടങ്ങി, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഇതിങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജനതയെ തന്നെ കൊന്നു കൊലവിളിക്കുന്ന രീതിയിലേക്ക് ഇതുപോലെ ജിഹാദുമായിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്ന സാധനത്തിന് മുഹൂർത്തമൊന്നുമില്ല. അതെപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന അപ്പം ചെയ്യാന്നുള്ളതാണ്. അവരുടെ ധാരണ പ്രകാരം അതിപ്പോൾ ചെയ്യാം എന്നതാണ് അവരുടെ ധാരണ. അവർ ചെയ്തു, കുടുങ്ങി. ഇനി അടുത്തത് നിരോധനമാകാം, അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇത് തീവ്രവാദമാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇങ്ങനെ ഒരു ദുര്യോഗം, ഇങ്ങനെ നേരെ പോയിട്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജ്യമാക്കുക, അതിനു വേണ്ടിയിട്ട് തീവ്രവാദം, അതിനു വേണ്ടിയിട്ട് തുർക്കിയുമായിട്ടും ഇറാനുമായിട്ടും ഹമാസുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഗതികേടും അത്തരത്തിലുള്ള ഒരു തുരപ്പം പണിയും അത് വേറെ ആരും ചെയ്തിട്ടില്ല. അത് നമ്മളുടെ സ്വന്തം ഇസ്ലാമിക ജിഹാദിന് മാത്രം സ്വന്തമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. റെയ്ഡ് നടത്തുമ്പോൾ ഒന്ന് മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേ? അതല്ലേ മര്യാദ? നോട്ടീസൊന്നും കൊടുക്കാത്തതിലുള്ള വിഷമാണ് ഇന്ന് SDPIക്കാർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. വളരെ മോശമായിപ്പോയി. അതല്ല, 12 തവണ ഇത് അയച്ചല്ലോ, സമൻസ് അയച്ചല്ലോ. 12 തവണ അയച്ചു. 12 തവണയും ഈ ഫൈസിക്ക് യാതൊരു താല്പര്യമില്ലാതെ പങ്കെടുക്കാനായിട്ട് ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാവാൻ ഫൈസി സാഹിബ് ചോദ്യം ചെയ്യലിന് വേണ്ടി പോകുമ്പോഴാണ്, ഡൽഹിയിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതെങ്ങനെയാ മുമ്പത്തെ 11 പ്രാവശ്യം? അപ്പൊ ഇതൊക്കെ ഈ ഇതുമാരത്തെ തട്ടിപ്പൊക്കെ സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം കെണിച്ചാടുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഓർഗനൈസേഷൻ ഡീകൺസ്ട്രക്ടിങ്, അതായത് ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് മുഴുവൻ പോയി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പിടികൊടുക്കലുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതിനാണ് ഇതിന് കാരണം. അതായത് ജിഹാദ് ഇപ്പൊ നേരത്തെ നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരന്മാരെന്നോട് പറയാറ്, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, ശുദ്ധിയായി സൂക്ഷിക്കുക, അതൊരു ജിഹാദാണ്. നഖം സമയത്തിന് മുറിക്കുക, മൂത്രം ഒഴിച്ചാൽ കഴുകുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കുക, അതുപോലെ സമൂഹത്തിന് സേവനം ചെയ്യുക, ഇതൊക്കെ ജിഹാദാണെന്ന് ഡിഫൈൻ ചെയ്താൽ അതിനുള്ളിലൂടെ you can smuggle the actual jihad, which is killing people, innocent people without any concern, cold-blooded murders. എല്ലാ തരത്തിലുമുള്ള തെമ്മാടിത്തരങ്ങളും ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒളിച്ചു കടത്തുവാനുള്ള ഒരു മറയാണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസം എന്താണ്? ലോകത്ത് പട്ടിണി ഉണ്ടാവരുത്, അസമത്വം ഉണ്ടാവരുത്, ഉച്ചനീചത്വം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായ സംഘടനയാണ്. അതേ സംഘടനയിലെ ഏറ്റവും മൂത്ത നേതാവാണ് ഗൗരിയമ്മ ചോവത്തി എന്ന് വിളിച്ചത്. ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ഡെഫിനിഷൻ കൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡെഫിനിഷൻ പിടിച്ചാൽ മതി, ചെയ്യുന്ന എന്താന്ന് പ്രശ്നമല്ല. അപ്പൊ ഈ തരത്തിലുള്ള അതെ 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 അതൊരു വലിയ എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് മാസ്കറൈഡിങ്. അതാണ് ഒരു പുറത്തൊരു ചിത്രം കൊടുക്കുക, അകത്തൂടെ ചെയ്യേണ്ടത് ചെയ്യുക. അതാണ്. ഇപ്പൊ സ്റ്റാലിൻ കൊന്നത്ര ആളുകളെ ഒരാളും കൊന്നിട്ടില്ലെന്നാ പറയുന്നത്. സ്റ്റാലിൻ വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള വലിയ നേതാവാണ്. ഇവരുടെ ഡിവൈഎഫ്ഐയുടെ പടങ്ങളൊക്കെ കാണാം. നമ്മുടെ ഇ പി ജയരാജൻ നല്ലോണം വെളുത്തമായിട്ടുള്ള ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ആളുകളെല്ലാം പറയുന്ന ഡെഫിനിഷനിലാണ് അവരുടെ പിടി. അതായത് ഇവർ പറയും ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മറ്റൊരു മനുഷ്യനെ കൊല്ലാനല്ല. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സൂറത്ത് തൗബയിൽ അവസാനം ഇറക്കപ്പെട്ട ആയത്തില് സൂറത്തില് എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ വിലക്കപ്പെട്ട ഈ റമളാൻ മാസം അടക്കമുള്ള മാസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയുടെ പതിയിരുന്ന ശേഷം ഇവർ എപ്പോൾ പുറത്തിറങ്ങുന്നു? അതായത് ഈ പറഞ്ഞ അവിശ്വാസികളും കാഫിര്യങ്ങളായിട്ടുള്ള എന്നെ പോലെയോ അനിൽജിയെ പോലെയോ ഒക്കെ ഉള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവരെ വകവരുത്തുക പറയുന്നത് ദൈവം. അപ്പോൾ ഉടനെ ചോദിക്കും, അപ്പൊ സന്ധികൾ തോറും വെട്ടാനാണ് പറയുന്നത്. അത് വെട്ടാനുള്ള നിർദ്ദേശം പോലും കൊടുക്കുന്ന ഒരേ ഒരു ദൈവം അള്ളാഹുവാണ്. അക്കാര്യത്തിൽ നമ്മൾ കൃഷ്ണനും രാമനും ഒക്കെ കുറച്ച് പുറകിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനികളെ കർത്താവിനൊന്നും ഈ ഒരു വിവരം തിരിഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് എതിർ ദിശകളിൽ വെട്ടാനാ പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യന്റെ വലത്തെ കാല് ഒരു ജിഹാദി വെട്ടിയാൽ ഇടത്തെ കൈയും വെട്ടണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റരുത്. അയാള് ശരിക്കും പറഞ്ഞാൽ ജീവിതം നിരർത്ഥകമാണ്, അള്ളാഹുൽ വിശ്വസിക്കാത്ത ജീവിതം വ്യർത്ഥമാണ്, പാഴാണെന്ന് ഓർത്ത് നരകിച്ച് ഇവിടെ തന്നെ മരിക്കണം. സ്വർഗത്തിൽ വേറെ വെള്ളത്തിൽ എണ്ണയിലിട്ട് പൊരിക്കുന്ന പരിപാടി വേറെയുണ്ട്.
ഇപ്പൊ ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഒരു മൂർത്ത രൂപം സമാജത്തിൽ നമ്മൾ കേരളത്തിൽ ആദ്യം കണ്ടത് ഈ മാറാട് കൊലപാതകം അല്ല. മാറാട് ജിഹാദ് തന്നെയാണ്. പക്ഷെ മാറാട് കൊലപാതകത്തെക്കാൾ കൃത്യമായി ജിഹാദ് എന്നുള്ളതിന്റെ ഡെഫിനേഷനിലേക്ക് ഈ താലിബാൻ മോഡൽ വന്നത് ജോസഫ് മാഷ കൈവെട്ടലാണ്. കാരണം എഴുതുന്ന അവയവം വെട്ടിക്കളയാ, വലത്തെ കൈ ഇടത്തെ പാദം, അങ്ങനെ ഒരു അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് എതിർ ദിശകളിൽ നിന്ന് വെട്ടാന്നാ പറഞ്ഞിരിക്കുന്നത്. 5:33. അതെ, അതെ കറക്റ്റ്. അതെ, അപ്പൊ വലത്തെ കൈയുടെ ഫിംഗേഴ്സ് മാഷ എഴുതി ചോദ്യം എഴുതിയത് വലത്തേ കണ്ണാണല്ലോ. അപ്പൊ വലത്തെ കൈ ഛേദിക്കുക. ഇനി ആരും അള്ളാഹുവിനെതിരെയും പ്രവാചകനെതിരെയും, അള്ളാഹുവിനെ പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം അതൊരു ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു എന്താ പറയാ ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ്. പ്രവാചകന്റെ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു എന്നൊരു എക്സിസ്റ്റൻസിൽ മുസ്ലിങ്ങൾ ആരും യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് സംശയമാണ്. കാരണം അള്ളാഹുവിനെ പറഞ്ഞാൽ അവർ പൊറുക്കും, പക്ഷെ മുഹമ്മദിനെ പറഞ്ഞാൽ അവർ കൊന്നുകളയും. അതിനുള്ള ലോകത്ത് ഒരുപാട് തെളിവുകൾ, സൽമാൻ റുഷ്ദി അടക്കമുള്ള തെളിവുകളുണ്ട്. അത് മതപരം. അപ്പൊ ഞാൻ പറയുന്നത് വലത്തെ കൈ വെട്ടി ഇടത്തെ കാല് വെട്ടുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം ദൈവം. അപ്പൊ അതെന്താണ്? അത് ഈ പറഞ്ഞ പോലെ ശരീരം ശുദ്ധിയാക്കി വെക്കലാണോ, അതോ പിന്നെ ബ്ലഡ് കൊടുക്കലാണോ, അല്ലെങ്കിൽ പിന്നെ ഓട വൃത്തിയാക്കലാണോ, സാമൂഹ്യ സേവനമാണോ? അപ്പൊ അത് ഞാൻ ഇവിടെ വായിച്ചു. അത് ഇപ്പൊ ഇവര് PFI ഈ പിടിക്കപ്പെട്ട ഫൈസിക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്, while engaging in social and political activities, the aim is to promote jihad without resorting to fear tactics like issuing fatwas. ഫത്വകൾ ഇറക്കരുത്. ഈ താലിബാൻ കുടുങ്ങിപ്പോയത് അനങ്ങിയ ഫത്വ ഇറക്കി കളയവര്. ഇപ്പൊ ഈ പിന്നെ നമ്മളെ ഏതൊരു സിനിമയിലുണ്ടത്, ഈ ആലിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് നാട്ടുകൂട്ടം പോലെ ഇരുന്നിട്ട് പറയും ഇനി, അതായത് പാകിസ്ഥാനിലൊക്കെ ഫത്വ കോടതികൾ ബഹുരസമാണ് ഈ ശരിയ പ്രകാരം. പാകിസ്ഥാനിൽ വന്ന റിയൽ കേസാണ് ഇത്. ടൈംസ് മാഗസീൻ ലണ്ടനിൽ അവര് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. കാരണം ആ സമയത്ത് ഒരു മുസ്ലിം സ്ത്രീ കുറെ കാലമായിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ പോകണമെന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾ വിട്ടില്ല. അപ്പൊ അവര് അഫ്ഗാനിസ്ഥാനിൽ ഇയാൾ പുറത്തു പോയ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. വഴിയിൽ ഇയാൾ പിടിച്ചു. ഇയാൾ ചെയ്തെന്താണെന്നറിയോ? ആ സ്ത്രീയുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. അപ്പൊ ഇവര് മുറിക്കപ്പെട്ട മൂക്ക് ഓട്ട അവിടെ കാണുക, ആ ചിത്രമായിരുന്നു ആ സമയത്തെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ടൈംസ് മാഗസീന്റെ ഫ്രണ്ട് പേജ്, കവർ പേജ് ആയിട്ട് വന്നത്. എന്നിട്ട് അവർ ലണ്ടനിൽ അവരെ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു. വിദ്യാഭ്യാസമുള്ള നാടുകളിലും ചികിത്സ കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇവർ പറയും സ്ത്രീകളെ ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു എന്ന ഡെഫിനേഷൻ പറയും. പക്ഷെ what actually happens is absolutely contrary to that, or right opposite to what they have been preaching. അപ്പൊ ഇങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു ഡെഫിനിഷനിലാണ് ഇപ്പൊ നമ്മളെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. പോലീസിന് എന്തൊരു ഉത്സാഹമായിരുന്നു PC ജോർജിനെ അറസ്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് PC ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ മതവിമർശനം എന്ന് പറയുന്നത് ആരും ചെയ്യരുത് എന്നത് ഇസ്ലാമിന്റെ അവശ്യമായൊരു കാര്യമായി വന്നിരിക്കുകയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ. കാരണം ആരിഫ് മുഹമ്മദിനെ പോലെയുള്ള, ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഈ പരിപാടി തന്നെ ഏറ്റെടുത്തതിന് ശേഷം ഇവർക്ക് വേറെ റണ്ണിങ് ഫോർ കവേഴ്സ്, ഒളിക്കാൻ ഇടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഇവന്മാർക്ക് ഉത്തരവുണ്ട്. എന്തും മൂടിയ ചോദ്യം ചോദിച്ചാലും ആരിഫ് ഹുസൈൻ ഉത്തരവുണ്ട്, അല്ലെങ്കിൽ പിന്നെ രവിചന്ദ്രൻ ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഉത്തരം പറയുന്നത്. ഇത് വലിയ അബദ്ധം. മറ്റൊരു മതം ഇങ്ങനെ വേട്ടയാടപ്പെടുന്നില്ല എന്ന് ഇവർ പറഞ്ഞ സത്യമാണ്. അത് ഏതർത്ഥത്തിലാണ്? ഇവർ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളിലെ, അല്ലെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങളിലുള്ള സാമൂഹിക വിരുദ്ധമായ, അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാനമായത്, ദ റൈറ്റ് ടു ലിവ്. അതിനെ ചോദ്യം ചെയ്യുന്ന സൂക്തങ്ങൾ എടുത്ത് കളയപ്പെടണമെന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന, ബഹുസ്വരത ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം ആവശ്യമാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഓർഗനൈസേഷൻ പറയുമ്പോൾ എന്തിനാണ് ഇസ്ലാമിനെ പറയുന്നത് ഒരു ചോദ്യം വരാം. പോപ്പുലർ ഫ്രണ്ടിനെ തുറന്നു പറയുന്നു, ഞങ്ങളുടേത് ഇസ്ലാമിക ആശയമാണ്, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനമാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം, ആത്യന്തികമായ ലക്ഷ്യവും. അതിലേക്ക് പല ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ക്യാമ്പസ് ഫ്രണ്ട്, ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വളരെ സജീവ പ്രവർത്തകൻ, അതായത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊന്നത് എങ്ങനെയാണ്? 5 സെക്കൻഡ് കൊണ്ടാണ് ആ പയ്യന്റെ നെഞ്ചിലേക്ക് ഒരു സർജിക്കൽ ബ്ലേഡ് കുത്തിക്കയറ്റുന്നത്. വളരെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, സർജിക്കൽ ബ്ലേഡ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടക്കൊലപാതകമല്ല, ഒറ്റ വ്യക്തി, കൂടിയൊന്നും കൊല്ലുകയല്ല. എല്ലാവരും മറഞ്ഞും അവൻ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി അവനെ പിൻ ചെയ്തിട്ട് ഈ ഒരു വ്യക്തിയാണ് കുത്തിയത്. അപ്പൊ ഇവരൊക്കെ എവിടെ പോയ, പ്രതികൾ എവിടെ, അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം എവിടെ എത്തി, ഇതിന്റെ എന്തായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണഗതിയിൽ കണ്ണൂരൊക്കെ RSSകാരായിട്ടുള്ള സംഘർഷത്തിൽ ഒരു RSSകാരൻ CPM-കാരനെ വെട്ടിയാൽ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ്. 5 മിനിറ്റ്സ്, വെറും 5 മിനിറ്റ് കൊണ്ട് പാർട്ടി അതിന്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ് CPM. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഒരാളെ പോലും തൊടാൻ CPM ഭയക്കുന്നു എന്ന് വെച്ചാൽ, അത് ഈ അമ്മായി മരുമക്കളുമായിട്ട് ഒരു ചെറിയ കലഹയുള്ള ഇവർ തമ്മിൽ, ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ ഇവരുടെ അകത്തുണ്ടെന്ന് ഇവർക്കും അറിയാം, ഇവരുടെ ആളുകൾ അവിടെ ഉണ്ടെന്ന് അറിയാം. അത് ഒരു തരം കുടുംബ ബന്ധം പോലെയാണ്. അവർ തറവാട്ടിൽ നിന്ന് പകർച്ച കൊണ്ടുവന്ന ബന്ധമാണത്.
അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റും. മാത്രമല്ല, അഥവാ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രതികരിച്ചാൽ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നു പെട്ടെന്ന് വിചാരണ തുടങ്ങണമെന്ന്, എന്നിട്ട് പോലും വിചാരണ തുടങ്ങിയില്ല കേട്ടോ. അഭിമന്യുവിന്റെ അമ്മ കോടതിയെ സമീപിച്ചിരുന്നല്ലോ. ഓ അതെ, ഞാൻ ചോദിക്കട്ടെ, രേഖകള് നഷ്ടപ്പെട്ടത് കോടതി എന്നല്ലായിരുന്നു, ഈ കേസിലല്ലായിരുന്നു. അതെ 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 അതെ. ഈ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ അനിൽജി, ഈ കേരളത്തിൽ നടക്കുന്ന വലിയ കോമഡി പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഈ പാലക്കാട് അതുപോലെ കുഴമന്നം ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ PK ദാസിന്റെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി മരിച്ചല്ലോ, ജിഷ്ണു പ്രണോയ് എന്നൊരു. അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറയാണ് അവൻ വിഷുവിന് കണി കണ്ടത് പിണറായി വിജയനാണ്. ഓർമ്മയുണ്ടോ? അത് ഓർക്കുന്നുണ്ടോ? അതെ, ശരിയാണ്. അപ്പൊ പിന്നെ അവൻ അതാ വാർഷിക അപ്പൊ കാണിപ്പവരാണ് ബാല അപ്പൊ തന്നെ പറഞ്ഞേനെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാല്, ഇങ്ങനെ ഈ ജഗതി പറയുന്നുണ്ട് സിനിമയിൽ എന്നെ 5 കൊല്ലം പോയി ഒരു സംഗതി കണി കണ്ടിട്ട്, മീശമാധവല്ല. അതുപോലെ മനുഷ്യന് ഒരു സാംസ്കാരിക ബോധത്തിൽ കമ്മ്യൂണിസം കലരുമ്പോൾ ഒരു ജീവൻ നഷ്ടമാവുകയാണ്. പിണറായി വിജയനെ ആരാധിച്ച് ജീവിച്ചൊരു കുട്ടി, ഒരു കൊച്ചു പയ്യൻ, എത്രയോ പ്രായം ജീവിക്കേണ്ടുന്ന ആ ഭാവിയുള്ളൊരു പയ്യൻ കൊല്ലപ്പെടുകയാണ്. കേരളം എന്താ പ്രതികരിച്ചത്? എന്താ അവന് എന്ത് നീതി അവർക്ക് കിട്ടിയത്? വാളയാറിലെ കേസ് എന്ത് നീതിയാണ് കിട്ടിയത്? പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മ കാഴ്ചവെച്ചു എന്ന രീതിയിലാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത്. അമ്മയും അച്ഛനും ആ കുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കി. അതിൽ എത്ര പോലീസുകാർ ഇവർക്ക് അനുകൂലമായിട്ട്, പ്രതികൾക്ക് അനുകൂലമായി പെരുമാറി നമുക്കറിയാം. ഇപ്പൊ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പൈശാചികമായ, രണ്ട് പൈശാചികമായ ആശയങ്ങൾ ഒരേ ബലത്തോടു കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഒന്ന് കമ്മ്യൂണിസമാണ്. അതെന്തുകൊണ്ട് പൈശാചികമാണ് ഞാൻ പറയേണ്ടത്, ഇതൊക്കെ ആലോചിച്ചാൽ മതി. ഈ മധുവിനെ ചവിട്ടിക്കൊന്നൊന്നും RSR ഒന്നും അല്ല കേട്ടോ. മധുവിനെ, ആദിവാസിയായ മധുവിനെ ചവിട്ടിക്കൊന്നത് ആരൊക്കെയാണെന്നും അവര് ശിക്ഷിക്കപ്പെട്ട ശേഷവും പിന്നീട് അവരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് വലിയ ഏതോ കമ്മിറ്റി ഉണ്ട്, ഇവരുടെ എല്ലാം ലോക്കലാണ്, കഴിഞ്ഞ വേറെ കമ്മിറ്റിയിലേക്ക് ഉയർത്തി ഇയാളെ. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ തൽക്കാലം തള്ളി പറഞ്ഞാലും ഒരിക്കലും ഒരു കൈ ഒഴിയുന്നില്ല. ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ ബേസിക് ജീനിലുള്ളൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ബൃന്ദ കാരാട്ടാണെന്ന് തോന്നുന്നു, ബിൻലാദന്റെ നമ്മുടെ അഫ്സൽ ഗുരുവിന്റെ വിഷയം വന്നപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അല്ല, മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു അഫ്സൽ ഗുരു, പാർലമെന്റ് അറ്റാക്ക് ആസൂത്രണം ചെയ്തതാണ്. അപ്പൊ ഞാനൊരു മറുപടിയായിട്ട് ഇതിൽ പരസ്യമായിട്ട് എഴുതിയൊരു കാര്യം, US പ്രസിഡന്റ് അന്ന് ജോർജ് ബുഷ് ഉള്ള കാലത്ത് ഈ അൽഖ്വയ്ദയുടെ പ്രശ്നം, ടെററിസ്റ്റ് ആക്ടിവിറ്റി, ഈ ആക്സിസ് ഓഫ് ഈവിൾ പ്രസംഗത്തിന് ശേഷം അവിടെ കുറെ ഇതേപോലെ ഒരു പണിയില്ലാത്ത മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ടെററിസ്റ്റിനെ ഇങ്ങനെ ഗോണ്ടനാമോ ബേ ജയിലിൽ ഇടുന്നത് മനുഷ്യാവകാശത്തിന് വിരുദ്ധമാണ്, അവരെ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല, മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ജോർജ് ബുഷിന്റെ ഓഫീസ് കൊടുത്ത മറുപടി, കുഴപ്പമില്ല, ഞങ്ങൾ ഗോണ്ടനാമോ ബേ ജയിലിൽ ഇടുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചു, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന്. അതേമാതിരി ഈറ്റകളൊക്കെ വിട്ടിട്ട് ഇവരെ ഈ CPM-ന്റെ നേതാക്കളെ വീട്ടിൽ വിട്ടാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ വീട്ടിൽ വിട്ടാൽ അപ്പോൾ അറിയാം അവരൊക്കെ എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, വളരെ അപകടം പിടിച്ച രണ്ടാശയങ്ങളും അപകടം പിടിച്ച തന്നെയാണ്. സ്റ്റാലിനിസമാണ് കമ്മ്യൂണിസത്തിന്റെ രൂപത്തിൽ മാസ്കറേഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ജിഹാദാണ് ഇവിടെ കോൺഗ്രസ് ആയിട്ട്. അതാണ് ഏറ്റവും നേരത്തെ ആരിഫ് പറഞ്ഞതുള്ള വളരെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺഗ്രസ് ഇസ് നത്തിങ് ബട്ട് ജിഹാദ്. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ജിഹാദിന്റെ ഒരു മുറം കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്ന ജിഹാദ് മാത്രമാണ്. ഗുഹ്യ ഭാഗം കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം കൊണ്ടോ, നെഹ്റുവിന്റെ ചിത്രം കൊണ്ടോ, ഇന്ദിരയുടെ ചിത്രം കൊണ്ടോ ഒക്കെ മറച്ചു പിടിച്ചിരിക്കുന്നത് ജിഹാദിനെയാണ്. അപ്പൊ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി കോൺഗ്രസ് പറയും ഞങ്ങളാണ് ഇവിടെ ജനാധിപത്യത്തിന്റെ കിടാവളക്ക് അണയാതെ സൂക്ഷിക്കുന്നത്, ഞങ്ങളാണെന്ന് പറയും. എന്തിനാണ്? ഏനകേനാഭി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ജിഹാദികളെ പാൻഡറാസ് ബോക്സ് തുറന്ന പോലെ എല്ലാ പണ്ടാരങ്ങളെയും തുറന്ന് പുറത്തേക്ക് വിടുന്ന അർത്ഥം. അപ്പൊ ഇവിടെ ഈ ഫൈസിക്ക് എഴുതിയ കത്തുകൾ നോക്കൂ. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്, ഫത്വ പുറപ്പെടുവിക്കുന്ന. ഫത്വ എന്താ സംഭവം എന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ നടന്ന സംഭവം ഞാൻ നേരത്തെ ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ്. അയൽക്കാരനായ ഒരു ചെറുക്കൻ ഒരു അയൽക്കാരി പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. അവൾ ഗർഭിണിയായി. കേസ് അവിടെ ഇവിടുത്തെ മാതിരി പോലീസൊന്നും അല്ല, അവിടെ ഇങ്ങനെ മൊലാക്കന്മാർ വന്നിട്ടാണ് തീരുമാനം കൽപ്പിക്കുക. അത്തരം ഒരു രാജ്യമാണ്, സുന്ദര രാജ്യമാണ് ഇവര് PFI സ്വപ്നം കണ്ടിരുന്നത്. അപ്പൊ ഇവരെ നാട്ടുകൂട്ടത്ത് കൊണ്ടപ്പോ ശരീഅത്ത് നിയമപ്രകാരം വിധിച്ച എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയെ അടുത്ത വീട്ടിലെ ചെറുക്കൻ റേപ്പ് ചെയ്തല്ലോ, അവരും ഒരു സഹോദരി ഉണ്ടല്ലോ, അവളെ ഇവളുടെ സഹോദരൻ റേപ്പ് ചെയ്യട്ടെ എന്ന്. ഇത് ഇങ്ങനത്തെ വിചിത്ര ശരിയെ വായിച്ചു നോക്കണം, ശരീഅത്ത് നിയമം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിലും പ്രാകൃതം എന്നുള്ള വാക്കൊക്കെ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇതിലും പൈശാചികമായ നിയമ സംവിധാനം ലോകത്തിന് കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത്ര പൈശാചികമാണ്. ഇതിന് ഏകദേശം സാമ്യം വരുന്ന ഒരു നിയമ സംഹിത കേരളത്തിൽ അവതരിപ്പിച്ചത് നമ്മുടെ കണ്ണൂരെ P. ജയരാജനാണ്. അതായത് നമ്മുടെ ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ, അവന്റെ പേര് ഞാൻ മറന്നുപോയി, അറക്കൽ ഷാഫി അങ്ങനെ ഒരു പേരാണ് ആ പയ്യന്റെ, ചെറിയ പയ്യൻ. ആ പയ്യനെ ജയരാജന്റെ കാറിന് കല്ലെറിഞ്ഞു,
എന്ന പേര്. അപ്പൊ നമ്മുടെ കരയുന്ന രാകേഷ് അത് ചിത്രം എടുത്തു, ടി വിയിൽ വന്ന് കരയുന്ന രാകേഷ് മൊബൈലിൽ ചിത്രം എടുത്തിട്ട് ജയരാജൻ അയച്ചു കൊടുത്തു. ജയരാജന്റെ അരിയിൽ ഷുക്കൂർ അരിയിൽ ഷുക്കൂറിനെ ചിത്രങ്ങൾ പെട്ടെന്ന് എല്ലായിടത്തും ഈ മതകോടതി പോലെ പാർട്ടി കോടതികൾ കേരളത്തിലുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കോടതി ഉണ്ടെന്ന് പറഞ്ഞൊരു ജോസഫൈനെ ഓർമ്മയില്ലേ? അതുപോലെ പാർട്ടി കോടതിയിൽ എത്തിയപ്പോ ഷുക്കൂറിനെ നല്ലൊരു വലിയൊരു വയലിന്റെ നടുവിൽ നിർത്തിയിട്ട് ചുറ്റോട് ചുറ്റും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിന്നിട്ട്, ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അഫ്ഗാൻ സ്വഭാവമാണ് ഇവർക്കും, ആയുധമേന്തിയ ഡിവൈഎഫ്ഐക്കാർ 100 കണക്കിന് ഷുക്കൂർ എന്ന ചെറുപ്പക്കാർ 20 വയസ്സേ ഉള്ളവന് അവനെ ചുറ്റും നിന്നിട്ട് അവനെ മണിക്കൂറുകളോളം വിചാരണ ചെയ്തിട്ട് വെട്ടിയും കുത്തിയും കൊന്നു. കേരളത്തിലാണ്, അഫ്ഗാനിസ്ഥാനിലൊന്നുമില്ല, കേരളത്തിലെ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ജില്ലയിലുള്ള നടന്ന തലശ്ശേരിക്ക് അടുത്ത് നടന്ന സംഭവമാണ്. ഇത് രണ്ടും പൈശാചികമാണെന്ന് കാണാൻ വലിയ പ്രയാസം. രണ്ടുപേർക്കും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ള ഒരു ജന്മ സ്വഭാവമുണ്ട്. ഏത് വിധേന അവർ ന്യായീകരിക്കും. എത്ര തെറ്റ് ചെയ്താലും ഞങ്ങളത് വർഗസമരമായിരുന്നു അല്ല മറ്റേ സമരം. ഒരു മന്ത്രി പറഞ്ഞില്ലേ, ഒന്നിനെ അടിച്ചു കൊന്നു, ഒരുത്തിനെ കുത്തിക്കൊന്നു, ഒരുത്തിനെ എറിഞ്ഞു കൊന്നു. പരസ്യമായിട്ടോ അയാൾ ഇപ്പോഴും വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നില്ലേ, പൊതു സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ? എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അതേ പോലീസുകാര് ഈ പ്രസംഗം കേട്ടിരിക്കുമല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ പൈശാചികമായി വളർന്നു വരുന്ന രണ്ട് ബലങ്ങൾ, ഇസ്ലാമിക ബലവും അല്ലെങ്കിൽ ഇസ്ലാമിക പാർട്ടികളുടെ ബലവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലവുമാണ്. ഈ രണ്ട് ബലങ്ങളും യഥാവിധം നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇവർ തമ്മിൽ പരസ്യമായി യോജിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ എന്തുണ്ടാവുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അവിടേക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം, PMLA എന്ന ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആക്ടിന് വലിയൊരു ഹിക്കുമത്തുണ്ട്. അത് അമിത്ഷാ എന്ന് പറഞ്ഞ ചാണക്യന്റെ തന്ത്രമായിരിക്കണം. കാരണം ഇതെന്താ വെച്ചാൽ, ഈ മണി ലോണ്ടറിംഗ് ആക്ടിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഉപോത്ബലകമായ മറ്റു പല കാര്യങ്ങൾ ഇവർ റെയ്ഡിൽ കണ്ടെത്തും. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് റെയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ പണം, ഈ ഹുണ്ടിപ്പണമൊക്കെ, ഇങ്ങനത്തെ ഹവാല പണ ഇടപാടുകൾ. ഹവാല ഇടപാടുകളിലൂടെയാണ് ലോകമെമ്പാടും ജിഹാദിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണിത് എന്ന് വർണ്ണത്തിൽ ആശങ്കയില്ലാത്തവണ്ണം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കും. നേരത്തെ നമ്മുടെ ഡോക്ടർ ആരിഫ് പറഞ്ഞ പോലെ ഹമാസിന്റെ ഒരു ഇന്ത്യൻ പതിപ്പ് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDP തെളിയിക്കാനാണ് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസ് നമ്മൾ ചാർജ് ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നത്. ഭാവിയിൽ CPM-ന്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഏജൻസിനെയും കണ്ടെത്തേണ്ടി വരും. കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലും ഇത്തരം ഏജൻസ് പ്രവർത്തിക്കുന്നുണ്ട്. SDPI എന്ന പാർട്ടി നിരോധിക്കപ്പെട്ടാലും സജീവമായി നിലനിൽക്കാൻ വേണ്ടി പരകായ പ്രവേശം നടത്തിയിരിക്കുകയാണ് PFI. അതിൽ പരകായ പ്രവേശം 2 or 3 ശരീരത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പാലമരങ്ങൾ ഈ പ്രേതം കയറിപ്പറ്റിയിരിക്കുന്ന PFI, CPM-ലും കോൺഗ്രസിലുമാണ്. ഇത് നമ്മൾ കരുതിയിരുന്നു മാത്രമേ ഈ രണ്ട് പാർട്ടികളെയും വീക്ഷിക്കാവൂന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാംകുമാർ സാർ, നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി. പൊതുവിൽ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ആണ്, അതായത് PMLA കേസുകളിൽ വലിയ പരാജയമാണ് നമ്മുടെ രാജ്യത്ത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ED എന്നുള്ളത് വളരെ ദുർബലമായിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ റെയ്ഡിൽ പ്രതിഷേധിച്ച SDPI-ക്കാരുടെ വായിൽ നിന്ന് വന്നതും അതുതന്നെയാണ്. അതായത് ഇതേ കേസിൽ അവരുടെ ചില നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അവർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയപ്പോൾ ജാമ്യം കിട്ടി. അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്താണ് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ പൊതുവൽക്കരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഡൽഹി ഹൈക്കോടതിയിൽ നിരോധനം ശരിവെച്ചിട്ടുണ്ട്. അതെന്താ എൻ്റെ സുഹൃത്ത് പറയാത്തത്? പല സംഘടനകളെയും നിരോധിച്ചത് ഡൽഹി ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച ട്രൈബ്യൂണലും ചോദ്യം ചെയ്തപ്പോൾ നിരോധനം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരോധനം ഒരു അഭികാമ്യമായ പ്രവർത്തന ശൈലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ നിരോധനം പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് 2 മുദ്രാവാക്യം വിളിച്ചതിന് കോഴിക്കോട്ടെ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ചരിത്രം കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അവരുടെ പേരുള്ള ചാർജ് നക്സൽബാരി സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞാണ്. അത് ഭീകരപ്രവർത്തനമാണെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും രാജ്യത്തിൻ്റെ അതിർത്തികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നിരോധിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ഇടപ്പുരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തവകാശത്തിലാണ് പറയുന്നത്?
കാരണം അവർക്ക് ജനനന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ സമാധാനവും സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്ന ഏത് ശക്തികളെയും കർക്കശമായി നിയന്ത്രിക്കണം, പലപ്പോഴും നിരോധിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനം ഏതെങ്കിലും കൊലപാതകം അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ടോ? ശരിയാണ്, ചില സ്ഥലങ്ങളിൽ പോയി ബലം പ്രയോഗിച്ച് പണം പിരിക്കണമെന്ന് പറയണു. അത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നില്ലേ? അതിനു വേണ്ടി പോലീസുകാരെ ആഘോഷിക്കുന്ന രീതിയിൽ ശവം എടുത്തുകൊണ്ടിരുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ലജ്ജിച്ച് തലതാത്തേണ്ട സ്ഥിതിയാണ്. കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനം ബലഹീനമാണ്. പക്ഷേ അവരുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ച് ഭീകരവാദികളായി ചിത്രീകരിച്ച് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തത് ഇടതുപക്ഷക്കാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് പരസ്യമായിട്ട് വർഗീയത എതിർത്തതാണ്. അദ്ദേഹത്തിന് കിട്ടിയ മുദ്രാവാക്യം എന്താ? 4 കെട്ടും 8 കെട്ടും നമ്പൂരി അച്ഛൻ്റെ മകളെയും കെട്ടും. ഇതല്ലേ കിട്ടിയത്? അത് കേട്ട് നാണം അല്പം പോലും കാണിക്കാതെ അവരുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രം എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും കാറ്റിപ്പരത്തിക്കൊണ്ട്, എല്ലാ സിദ്ധാന്തങ്ങളെയും വിസ്മരിച്ചുകൊണ്ട്, എല്ലാ തത്വശാസ്ത്രങ്ങളും മറികടന്നുകൊണ്ട് ഏതാനും പഞ്ചായത്ത് സീറ്റുകളിലും കോളേജ് ഇലക്ഷൻ സീറ്റുകളിലും അസംബ്ലി സീറ്റുകളിലും ജയിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാകുന്ന രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കടലോരത്ത് മാത്രം അവർ തങ്ങി നിൽക്കുന്നത്. ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ കാപട്യം മനസ്സിലായി വരികയാണ്. കപട മതേതരത്വം ഇന്ന് വിൽപ്പന ചരക്കല്ലാതെ ആയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം ഒതുക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വകതിരിവിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കും. ഇത് പൊള്ളയായ പ്രസ്ഥാനമാണ്, പ്രായോഗികമായി യാതൊരു ഇതുമില്ലാത്ത പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് നമ്മുടെ രാജ്യക്കാർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ വലിയ പുരോഗമനത്തിൻ്റെയും അവകാശവാദം ജനങ്ങൾ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിരോധനം ശ്രമകരമായ കാര്യമാണ്. നിരോധനം പലപ്പോഴും കോടതികളിൽ പരാജയപ്പെടാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നിരോധനം ഡൽഹി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ നിരോധനം ശരിവെക്കും നിയമപ്രകാരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ED ഇവർക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാനം മാത്രമല്ല, അതിർത്തി പ്രശ്നം മാത്രമല്ല, ഹമാസിനോടുള്ള സഹഭാവം സഹാനുഭൂതി മാത്രമല്ല, രാജ്യത്തിൻ്റെ അതിർത്തികളെയും രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് പുകമര സൃഷ്ടിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷക്കാർ പറഞ്ഞു തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇവരാണ് നിയന്ത്രിക്കുന്നതെന്ന്. എവിടെ ചെന്നെത്തി നമ്മുടെ രാജ്യം? ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ തഴച്ചു കൊളിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരാവുന്നതെന്ന് അതിൻ്റെ നേതാക്കന്മാർ പറയേണ്ട ഗതികേടിലേക്ക് അവരെത്തിയെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ കുറ്റമല്ല. അഡ്വക്കേറ്റ് ബലദേവ്, ഈ വഖഫ് വിഷയത്തിൽ SDPI സ്വീകരിച്ച വളരെ സുധീരമായ നിലപാട് അത് കേന്ദ്ര സർക്കാരിനെ പരിഭ്രാന്തിയിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പകപോക്കൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത്. അതുപോലെ അതിന് നേതൃത്വം നൽകിയ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇന്ന് SDPIയുടെ നേതാക്കന്മാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കുമ്പോൾ ആ പാർട്ടി സ്വാഭാവികമായിട്ട് ഒരു പ്രതിരോധം പടുത്തുയർത്തും. അപ്പോൾ SDPIയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ പ്രതിരോധമാണ്. അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യം, അല്ലാതെ SDPIയുടെ നേതാക്കന്മാരാണ് അതിന് മറുപടി പറയുന്നത്. പൊതുവിൽ ഇടതുപക്ഷവും രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. അത്
അല്ല അങ്ങനെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ വഖഫിന്റെ കാര്യത്തിൽ അതിനകത്ത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസും കേന്ദ്ര ഗവൺമെന്റും ഒക്കെയാണ്. കാര്യം വഖഫ് ആക്ട് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യാതെ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നില്ല. മുനമ്പ പ്രശ്നമായാലും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ വിവരമില്ലാത്തൊരു നിയമത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണെന്ന് പറയുന്നത്. കാര്യം വഖഫ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. ആ നിയമത്തിന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം എടുത്താൽ പോലും ആ വസ്തു വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാര്യം അത് സെൻട്രൽ അതിന് പ്രത്യേക ട്രിബ്യൂണലുണ്ട്. ആ ട്രിബ്യൂണലാണ് അന്തിമമായിട്ട് വിധി പറയേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് നാളെ തീരുമാനിക്കുകയാണ് വഖഫ് ഭൂമി ഇപ്പോൾ താമസിക്കുന്നവർക്ക് കൊടുക്കാൻ തീരുമാനിക്കും. ആ നിയമം നടപ്പിലാവില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാനുള്ള അധികാരമില്ല. അത് സെൻട്രൽ ആക്ടാണ്. അപ്പം വഖഫായിട്ട് പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ഒരു മീഡിയേറ്ററുടെ ജോലി മാത്രമേ അതിനകത്തുള്ളൂ. രണ്ടു കൂട്ടരെ കൂടെ വിളിച്ചിരുത്തി ഒരു മധ്യസ്ഥയ്ക്ക് പോവുക. അതും വീണ്ടും വേറെ ആർക്കെങ്കിലും അത് ചോദ്യം ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യ കേസ് നടക്കുന്ന വഖഫ് കേസ് നടക്കുന്നത് മുസ്ലിങ്ങളുമായിട്ട് തന്നെ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള കേസുകൾ വഖഫ് ഭൂമി കയ്യേറിയിരിക്കുന്നത് മുസ്ലിം സംഘടന തന്നെയാണ്. മുസ്ലിം വസ്തുക്കൾ വഖഫിന്റെ വസ്തു കയ്യേറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കേസുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. പിന്നെ വാളയാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരും. വാളയാർ കേസിൽ ഈ പെൺകുട്ടികളുടെ അമ്മയും അച്ഛനെയൊക്കെ പ്രതികളാന്ന് പറഞ്ഞത് കേരള പോലീസ് അല്ല, CBI ആണ്. കേന്ദ്ര ഗവൺമെന്റ് പോലീസാണ് അത് പറഞ്ഞത്. പിന്നെ ഈ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. വിഷയത്തിൽ നിന്നൊക്കെ മാറി ഒത്തിരി കാര്യങ്ങളൊക്കെ. ജമ്മു ആൻഡ് കാശ്മീരിലെ കട്വയിൽ ഒരു ഒരു നാടോടി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒന്നതിനകത്ത് പ്രതിയായിട്ട് നിൽക്കുന്ന BJP-കാരനാണ്. ഉത്തർപ്രദേശിലെ കുൽദീപ് MLA ജയിലിൽ കിടക്കുക 16 വയസ്സുള്ള ഒരു മുസ്ലിം കൊച്ചിനെ ബലാത്സംഗം ചെയ്തു. എന്തിന്? ഗുജറാത്തിലെ കേസ് നമുക്കറിയാം. ആ സറിയ ബാനു കേസിനകത്തൊക്കെ പ്രതികളെ ഗുജറാത്ത് ഗവൺമെന്റ് വെറുതെ വിട്ടു. സുപ്രീം കോടതി വീണ്ടും പിടിച്ചപ്പോൾ ജയിലിട്ടേക്കാം. ഇവിടെ പാർട്ടി പോലീസും കോടതി ആയതുകൊണ്ടാണ് ഇവരൊന്നും ഉണ്ടെന്ന് ജയിലിൽ കിടക്കാത്തത്. നിയമ സംവിധാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതുകൊണ്ടാണ് MLA-യും അതുപോലെ താങ്കൾ പറഞ്ഞ BJP-കാരനൊക്കെ അകത്ത് പോയത്. ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ PK ശശിയൊക്കെ എപ്പോഴേ കിടക്കേണ്ടത് സാറേ? ഞാൻ പറയുമ്പോ എന്നെ ഇങ്ങനെ ശല്യം ഞാൻ എപ്പോഴും പറയുന്നത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടപെടാതിരിക്കുകയും ഇതിനകത്ത് അതൊരു മര്യാദകേടാണ്. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ ഞങ്ങൾ സംസാരിക്കാൻ അവസരം ചർച്ചയ്ക്ക് വിളിക്കും. നിങ്ങൾ പിന്നെ ഞങ്ങൾ പറയുമ്പോൾ ഇടപെടുന്നേ. ഗുജറാത്തിൽ BJP ഗവൺമെന്റ് ആണ്, BJP സർക്കാരാണ് അവരെ പുറത്തുവിട്ടത് ആ കേസിലെ പ്രതികളെ. അതിനെയാണ് സുപ്രീം കോടതി തിരിച്ചാ പ്രതികളെ ജയിലിലാക്കിയത്. അവിടുത്തെ പാർട്ടിക്ക് BJP-കാരാണ് നോക്കിയത്. അവിടുത്തെ സർക്കാരാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തുള്ള സമയം ഏതൊക്കെയാ? ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചതെന്ന BJP ഭരിക്കുമ്പോൾ, പത്താൻകോട് ആക്രമണം BJP ഭരിക്കുമ്പോൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് BJP ഭരിക്കുമ്പോഴാ. ഇന്ത്യയുടെ സ്ഥലമായ കാർഗിലിൽ പാകിസ്ഥാൻകാർ കയ്യേറിയപ്പോഴാ വാജ്പേയി. താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നിടത്തൊക്കെ ഇല്ലാതാക്കിയെന്നൊരു ചർച്ച ഇവിടെ നേരത്തെ വന്നിരുന്നു. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ BJP ഭരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തെ കുറിച്ച് പറയും. ഇന്ത്യ നശിപ്പിക്കുന്നതിനും തീവ്രവാദ പ്രവർത്തനത്തിനും പ്രധാന കാരണമായിട്ട് നിൽക്കുന്നത് BJP-യുടെ ഹിന്ദുത്വ അജണ്ടയാണ്. BJP പുറമെ പറയുന്നത് എന്താണ്? ഞങ്ങൾ മതേതര രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നു. BJP-യുടെ അജണ്ട അതാണ്. BJP-യുടെ പുറമെയുള്ള ഡിക്ലറേഷൻ. പക്ഷെ പ്രവർത്തിക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സംഘടിക്കും. അവർക്കൊരു പ്രതിരോധം വേണ്ടി വരും. ആ പ്രതിരോധമാണ് പല ഭാഗത്തും നടക്കുന്നത്. പിന്നെ അതിനെ SDP-യുടെ നിരോധനമോ PDP-യുടെ നിരോധനമോ ഞാൻ കൂട്ടിക്കെട്ടുന്നില്ല. കാരണം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തും നിരോധിക്കുന്നോ ആ പാർട്ടികൾ വളർന്നു കണ്ട ചരിത്രമുള്ള. ഞാൻ പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനുശേഷം പിന്നീട് നിരോധിക്കാൻ ആക്ട് കൊണ്ടുവന്നിട്ട് ആക്ട് പോലും പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തില്ല. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ടുള്ളത് RSS ആണ്. 1947-ലും 48-ലും 75-ലും 92. ഇന്ന് RSS അവിടെ നിൽക്കുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയുടെ ഭൂരിഭാഗം ഭരിക്കുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് RSS വളർന്നില്ല. BJP എന്ന് പറയുമ്പോൾ RSS ആടൊക്കെ നിർത്തില്ല. അപ്പം നിരോധനം കൊണ്ടൊന്നും ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. ISS ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ടൈം ചോദിക്കാല്ലേ. ISS നിരോധിച്ചു. ആ ISS നിരോധിച്ചപ്പോൾ അദ്ദേഹം PDP എന്നൊരു പാർട്ടിയുണ്ട്. ISS തന്നെ PDP പ്രവർത്തിക്കുന്നത്. അതുപോലെ PFI നിരോധിച്ചു. അവർ കുറെ ശരിയാണ് SDP-യിൽ പ്രവർത്തിക്കുന്നു. നാളെ SDP നിരോധിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് 101 ഞാൻ 2 രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതാണ്. 101 രൂപയുടെ സത്യാമൂല്യവും 10,000 രൂപയുടെ DD-യും 4-8 പത്രത്തിൽ 2 ദിവസമായിട്ട് പരസ്യം കൊടുക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. കേരളത്തിലാണെങ്കിൽ ഇത്രയും എല്ലാം കൂടി ഇത്രയും പൈസ ഒക്കെ ചെലവാക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാം. വലിയ കാര്യമൊന്നുമില്ല അവർ. അപ്പൊ ഇതിന് ഇത്രയും മെനക്കെട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കും. പിന്നീടാണ് അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് SDP നിരോധിക്കും. തീവ്രവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അതൊരു തീവ്രവാദ പാർട്ടിയാണെങ്കിൽ അത് നിരോധിക്കണം. അതിനകത്തൊന്നും ഇവിടെ ആർക്കും എതിരൊന്നുമില്ല. പക്ഷേ പാർട്ടിയാണ്, ആയിക്കോട്ടെ, നിരോധിച്ചോട്ടെ, അതിന് ഞങ്ങളാരും എതിരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
അവരെ നിരോധിക്കുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചപുച്ചാടക്കി നിൽക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ഞങ്ങളല്ല ഇത്, ഞങ്ങൾ ഇതിനകത്ത് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് മറുപടി പറയേണ്ട അവസരം വരുമ്പോൾ മറുപടി പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേറെ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറയേണ്ട കാര്യം. ഇത് അറസ്റ്റ് അല്ലേ തന്നത്, പാർട്ടി നിരോധിച്ചില്ലല്ലോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, SDP പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ കേന്ദ്ര സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. 2018 മാർച്ച് മാസത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ നേതാവിനെ കൺവിക്ട് ചെയ്താൽ പോലും ആ പാർട്ടി അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല. അത് നേതാവിനെ, അപ്പൊ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് പാർട്ടി നിരോധിക്കാൻ പറ്റും. നേതാവിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ ഈ പറയുന്ന അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രൈമാ ഫേസി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ആ പാർട്ടി നിരോധിക്കട്ടെ. അല്ലാതെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറയണം. ആര് പറഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കാർ വരുന്നു, അതിനകത്ത് പ്രത്യേകിച്ച് ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അല്ല, പാർട്ടി നിരോധിക്കാൻ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഇവിടെ ചർച്ച ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്രവും സ്റ്റാലിന്റെ പ്രത്യയശാസ്ത്രവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച വഴിവിട്ടുകൊണ്ട് പോവുകയാണ്. ചർച്ചയ്ക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടെ ചർച്ചയ്ക്ക് പറഞ്ഞു. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് അങ്ങനല്ലേ തോന്നുന്നു. കാണുന്നവരെല്ലാം കേരളത്തിൽ ഹിന്ദു കർവാപ്പസ് നടപ്പിലാക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റാലിൻ സമാധാനവാദിയായിരുന്നോ? ഞങ്ങളാരും അത് പറഞ്ഞിട്ടില്ലല്ലോ. സ്റ്റാലിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. എന്താ, ഈ നരേന്ദ്രമോദി സമാധാനവാദിയാണ്. അദ്ദേഹം ഗുജറാത്തിൽ ഭരിച്ചപ്പോഴല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി, അമിത്ഷാ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നത് നസമാധാനവാദിയായിരുന്നു. നരേന്ദ്രമോദി സ്റ്റാലിനെയാണോ താരതമ്യം ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും അതിന് മറുപടി പറ. നരേന്ദ്രമോദി ഗുജറാത്ത്, ഞാൻ പറയുന്നതിന് മറുപടി പറയും നമ്പ്യാരെ. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ ഇന്ത്യയുടെ ഏറ്റവും വലിയ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. എത്ര പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ അത് അഡ്മിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങളത് അഡ്മിറ്റ് ചെയ്യണം. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്നതല്ല ശരിയാണ്. കൊല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ കൊല്ലുന്നുണ്ട്. ഞങ്ങൾ കൊച്ചു ഞങ്ങളുടെ പാർട്ടി അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരെ കൊന്നിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചൊരു പാർട്ടി അല്ലെങ്കിൽ ചവറ ഞങ്ങളുടെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത്ര കേരളത്തിലെ ഇന്ത്യയിൽ ഒന്ന് വലിയ ഒരു ചെറിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊലപാതകങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ടുണ്ട്, CPMമാര്, RSPക്കാര്, SDPIക്കാര്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ രാഷ്ട്രീയ സംഘടനത്തിലോ മതപരി. അപ്പൊ അത് പരസ്പരം അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും. ഞങ്ങളങ്ങ് പതിവ്രതകളാണ്, ബാക്കി കാണുന്നവരെല്ലാം തെരുവേശികളാണെന്ന് പറയുന്ന ആ ഒരു രീതി ശരിയല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ അജണ്ട കൊണ്ടുവരുന്നത് BJP ആണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. ആ വർഗീയ അജണ്ട അവരെന്ത് മാറ്റിയിട്ട് വേണം ഞങ്ങൾ പരിശുദ്ധവാദികളാണ് എന്ന് പറയാൻ. അത് ഞങ്ങൾ പറയുന്നു. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് നല്ലൊരു സ്റ്റേറ്റ്മെന്റാണ്. കാരണം ഏറ്റവും വലിയ വർഗീയവാദം BJP ആണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എല്ലാവരും വർഗീയവാദം എടുക്കുന്നുണ്ട്, ഏറ്റവും വലുത് അത് BJP ആണെന്നല്ല, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് ഞാനും പറയാം. ഓക്കെ, പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള സംശയം അതല്ല. അതായത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ബലദേവ്, അതായത് ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നൊരു പാർട്ടി ഉണ്ടാകാനും അതിന് അവരുടേതായിട്ടുള്ള റീസൺസ് വെക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്ന് പറയുന്നു. ഞാനും സമ്മതിക്കുന്നു, പ്രതിരോധമൊക്കെ എല്ലാവർക്കും ആവാം. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ SDP-യുടെ അവരുടെ മിഷൻ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരുന്നത് മുസ്ലിങ്ങളെ ഒന്നിക്കണമെന്നും ആ ഒന്നിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള ഗ്രീവൻസസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് സോൾവ് ആയതായാൽ പോലും നമ്മളത് കുത്തിപ്പൊക്കി ഇങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഒരു വിഷയം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാത്തത് ഉണ്ടാക്കി അവിടെ വെക്കണം, പ്രതിഷ്ഠിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നും കൂടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന്റെ ആകെ കൂടിയുള്ളൊരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇരവാദത്തിലാണെന്ന് അവർ തന്നെ സമ്മതിക്കുക. അത് വെച്ചുകൊണ്ട് ഈ ഒരു വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഗതിയെ എങ്ങനെ ഇതുപോലെ ന്യായീകരിക്കാൻ കഴിയുന്നു? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ മുസ്ലിങ്ങൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു പ്രശ്നം എനിക്ക് പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപം. ഇനി എത്ര കലാപം പറയണം? ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായെന്നും കൂടി പറയും. ഡൽഹി കലാപം ഞാനത് പറയട്ടെ. ഗുജറാത്ത് കലാപം എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം പറഞ്ഞതല്ലേ ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായെന്നൊന്ന് പറയും. ഡൽഹി ഹൈക്കോടതി ഗുജറാത്ത് കലാപം എങ്ങനെയാണ് ഉണ്ടായെന്ന് പറയൂ. നമ്മള് കമ്പയർ ചെയ്ത് തുടങ്ങിയതല്ലേ. ഗുജറാത്ത് കലാപം മാറ്റി നിർത്താം. അത് വേണ്ട, അത് പറയാൻ പറ്റില്ലല്ലോ. അത് കുടുങ്ങുന്നത് കണ്ടപ്പോ അത് മാറ്റി വെക്കണ എങ്ങനെ ശരിയാവുക? നിങ്ങൾ ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നിട്ട് പറഞ്ഞിട്ട് കല്യാണക്കുറിയും കാണിച്ചിട്ട് പോയാൽ മതി. എങ്ങനെ ഉണ്ടായെന്ന് പറയൂ. ഗുജറാത്ത് കലാപത്തിന് മുന്നേ എന്താ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച സംഭവത്തെ കുറിച്ച് പറയൂ. അതെന്താ പറയാത്തെ? അവിടെ അപ്പൊ നിങ്ങൾക്ക് പ്രതിനിധിക്കാവോ?
അതാ പറയുന്നത്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടാതെ ഗുജറാത്ത് കലാപം ഇങ്ങനെ ഒരു 10 തവണ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ ഉണ്ടായ സംഭവം പറയൂ. അതെന്താ പറയാത്തത്? അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചു, അതിന് തിരിച്ച് അടിച്ചു. അപ്പൊ ആയിക്കോട്ടെ, അത് അവിടെ തീർന്നില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചു എല്ലാവരും കൊന്നിട്ടുണ്ട്, കോംപ്ലിമെന്റ്സ് ആക്കി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ പറയുന്നു, SDPI ഉണ്ടായത് 2008 ശേഷം ഇവരിപ്പോ ഈ പറയുന്ന രീതിയിലേക്ക് വരുമ്പോ അവർ പറയുന്നത് ഗ്രീവൻസസ്, മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്ന ഗ്രീവൻസസ് എടുത്തു വെക്കണം എന്നാണ് അവരുടെ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുസ്ലിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു ഗ്രീവൻസ് പറയും. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഗുജറാത്തിലെയോ അല്ലെങ്കിൽ വല്ല പച്ചാളത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയിലെ മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക്, ഒരു സമുദായം എന്ന നിലയ്ക്ക് അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നിങ്ങൾ പറയൂ. അതൊക്കെ പലതേ പെട്ടെന്ന് സമയമില്ല. അതെ, ഇത് കറക്റ്റ് ഡേറ്റ് സൈഡ് ജനറൽ രാംകുമാർ സാറോട് ഇരിപ്പുണ്ടല്ലോ. 2020 ഫെബ്രുവരി മാസം 23, 2020 ഫെബ്രുവരി മാസം 23 ഡൽഹി. ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല. മുസ്ലിങ്ങൾ ഇന്ത്യ എന്ന നിലയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഗ്രീവൻസ് നിങ്ങൾ പറയൂ. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഒരു ഗ്രീവൻസ് നിങ്ങൾ പറയൂ. ഞാൻ പറയട്ടെ. 2020 ഫെബ്രുവരി മാസം 23 ഡൽഹി ഹൈക്കോടതി രാത്രി 12 മണിക്ക് കൂടി എന്തിനാണെന്നറിയാവുന്നത്? ചായ കുടിക്കാം, കട്ടൻ ചായ. രാത്രി 12 മണിക്ക് 12 മണിക്ക് കട്ടൻ ചായ എനിക്കും ഇഷ്ടം, വലിയ ഇഷ്ടം. രാത്രി 12 മണിക്ക് ഹൈക്കോടതി കൂടി എന്തിനാ? അവിടെയുള്ള BJPയുടെ MP അനുരാഗ് താക്കൂർ, SDPI പോലെയുള്ള പാർട്ടികൾ ഉണ്ടാകുന്നതിന് നിങ്ങൾ പറഞ്ഞ കാരണം, കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ കാരണം പ്രതിരോധിക്കുക, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പ്രതിരോധിക്കുക എന്നാണ്. നിങ്ങൾ പറയൂ. അഡ്വക്കേറ്റ് ബലദേവ് ഒരു നിമിഷം ദുർബലനായിപ്പോയി. അദ്ദേഹം മനഃപൂർവ്വം കട്ട് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി പ്രതീക്ഷിക്കേണ്ട. വിദ്യാസാഗർ ഗുരുമൂർത്തി, 2047 പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇപ്പോഴേ തീഹാറിലായാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുക? ആരിഫ് പറഞ്ഞോ. അല്ല, ഞാൻ നേരത്തെ നമ്മളിലേക്ക് വരുമ്പോൾ പറയാന്ന് വിചാരിച്ചാണ്. ഇപ്പോ ഏതായാലും ഇനി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴേ പറയാന്ന് വിചാരിക്കാം. പറഞ്ഞോ. യെസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരുന്നു. അതായത് ഇവിടെ SDPI പോപ്പുലർ ഫ്രണ്ടിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അവരൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിച്ച് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയ ഒരു പാർട്ടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അത് അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് നമ്മൾ എന്താ കണ്ടത്? അപ്പം ആ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിനെയും ഒരു വലിയ തോതിൽ ചില വാദങ്ങളൊക്കെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിരത്തിക്കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയും അതൊരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നിലപാട്, ആദ്യം എടുത്ത നിലപാടും രണ്ടാമത്തെ ഈ നിലപാടുമാണ് സത്യത്തിൽ ഇവർക്ക് വളമാകുന്നത് എന്നും അതോടൊപ്പം തന്നെ അവരെ എല്ലാ തോതിലും ഇങ്ങനെ എതിർക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നത്, പിന്നീട് അവരുടെ സന്തത സഹചാരികളാവുന്നതും നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്ന അവിടെയാണ്. അപ്പം ഞാനിവിടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. SDPI എന്ന് പറയുന്ന പാർട്ടി അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിരോധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ തീവ്രവാദ ബന്ധമാണ്. അതല്ലാതെ മറ്റ് പാർട്ടികൾക്കുള്ള പോലെ ഒരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊന്നുമല്ല, ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം. അപ്പോൾ ഏതായാലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഓൾറെഡി വിസിബിളി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീം പാർട്ടികൾ അവർ എടുക്കുന്ന ഈ നിലപാടിലെ ഇത്തരത്തിലുള്ള ഒരു പാകപ്പിഴവ്, ഒരു വിഷനില്ലായ്മ, ഇതെന്താണ് വിഷയം എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാതെയുള്ള ഈ നിലപാടുകൾ, ഇതാണ് സത്യത്തിൽ ഈ SDPI പോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങൾക്ക് വളമാകുന്നത്, നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്നത് എന്നുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏതായാലും മുന്നോട്ട് പോകാം. ഓക്കെ, വിദ്യാസാഗർ. എന്നോട് ചോദിച്ച ചോദ്യം അത്ര ക്ലിയർ അല്ല, ഒന്നുകൂടി പറയാമോ? അല്ല, ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 2047 ഈ പ്രധാനമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോഴേ തീഹാറിലായല്ലോ. ഇനി എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ആശങ്കയുണ്ടോ? അതെ, ഒരു കാര്യമുണ്ട്. ഖലീഫയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതെ, SDPI PFI എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചിത്രം. അതിനപ്പുറത്തേക്ക് ഇത് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് മുസ്ലിം ജനവിഭാഗത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പയിനുകൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പോ നേരിട്ട് SDPIയുടെ ഒരാളെയോ PFIയുടെ ഒരാളെയോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി ആക്കണം എന്ന് ഒരിക്കലും കരുതുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ അവർ വളരെ സന്തുഷ്ടരാണ്. ഞാൻ അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടത് ഹിന്ദു നാമധാരിയായ ഒരു വ്യക്തിയെയാണ് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ ഒരു PK കുഞ്ഞാലിക്കുട്ടിയെ അവർക്ക് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടൊന്നും നോക്കി കാണിക്കാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ബലദേവ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ മതി, അല്ലെങ്കിൽ ഒരു
ഒരു VM സുധീരനെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഒരു VD സതീശനെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിയെ കിട്ടിയാലും മതി, പ്രിയങ്ക ഗാന്ധിയെ കിട്ടിയാൽ മതി. എന്താ ഒരു ഉദ്ദേശം വെച്ചാല് പേരിൽ ഹിന്ദു ആയിരിക്കുന്ന, ഹിന്ദുക്കളെ കൂടെ ഐവോഷ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിനെ 100% പോപ്പുലർ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരൊന്നും ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല. ഇവരൊക്കെ വെറും പിണിയാളുകളും കൈയാളുകളും മാത്രമാണ്. സത്യത്തിൽ ഈ ആശയമാണ് എന്നെയും ജനാധിപത്യവാദികളെയും ഭയപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് ഇവിടെ വരെ എത്തിയത്? നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ സിമിയെ നിരോധിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചു. സിമിയെ നിരോധിച്ചു, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയെ. ആ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് നിരോധിച്ചപ്പോൾ അടുത്ത പരിപാടി വന്നു. അടുത്ത പരിപാടി നിങ്ങൾ ഓരോ ദിവസവും ഇപ്പൊ വെൽഫെയർ പാർട്ടി, ഞങ്ങൾ വാർഫെയർ പാർട്ടി എന്നാണ് വിളിക്കുന്നത്, എങ്കിലും വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ആരാണ്? ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് കലാസാംസ്കാരിക സംഘടനകളിൽ അടക്കം നുഴഞ്ഞു കയറി പുതിയ 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 സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട്, അറിയാലോ നമുക്ക് ഇവരുടെ NHRO, ഇവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്. ആരായിരുന്നു അതിന്റെ കേരളത്തിലെ മുഖം? മുകുന്ദൻ സി മേനോൻ. മേനോൻ. ആ മേനോൻ എന്നത് അവരെടുത്തു കളയാൻ ഈ മുകുന്ദൻ വിചാരിച്ചാലും സംഭവിക്കൂല. എന്റെ അടിസ്ഥാനം മനസ്സിലായി. EMS നമ്പൂതിരിപ്പാടുന്ന് ഇട്ടുകൊണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ ആചാരങ്ങളെയും വേദങ്ങളെയും വരെ വെറും പൊട്ടപ്പാട്ടാണെന്ന് പറയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മസുഖം ഇസ്ലാമിന് വേറെ കിട്ടാനില്ല. പുട്ടിന് പീര പോലെ ഹിന്ദുക്കളുണ്ട്. അതാ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇസ് ട്രൈയിങ് എ വെരി വെരി ഇന്റലിജന്റ് ടെക്നീക്ക്. ഹമാസിനൊന്നും ഒരുപക്ഷെ പരീക്ഷിക്കാൻ ഒരു സാധ്യതയോ ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അസംഘടിതരാണ്. അവർക്ക് സ്വധർമ്മത്തെക്കുറിച്ചോ പരധർമ്മങ്ങളെക്കുറിച്ചോ അറിവില്ല. അവർ ഹാൻഡ് ടു മൗത്ത് ലിവിംഗ് ആണ് നടത്തുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക്. അങ്ങനെ ഭൂസ്വത്തോ വലിയ ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇവിടെ പണത്തിന് കിട്ടും എന്ന ബോധ്യത്തിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. ഈ ഫണ്ട് മുഴുവൻ അങ്ങനെയാണ് പോകുന്നത്. ഈ മതം മാറ്റത്തിന്, ലവ് ജിഹാദിന്, ഇതിനെല്ലാത്തിനും ഏജൻസീസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് വേണ്ടത് പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിനെ അല്ല. പണ്ട് അടിമകളെ വാങ്ങിയിരുന്ന പോലെ പേര് മാറ്റാതെ എന്നാൽ ആശയപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്ലാമിന് ചാവേറുകളെ സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വാദങ്ങളെല്ലാം തന്നെ 99.99% എല്ലാം തന്നെയും പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്ന വാദങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് എന്താണോ മോദിക്കെതിരെ പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്താണോ BJPയുടെ ന്യൂനതയായിട്ട് കരുതുന്നത്, അത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് രാഹുൽ ഗാന്ധി ഉയർന്നു വന്നാലും പ്രിയങ്ക ഉയർന്നു വന്നാലും നടത്തുന്നത് PFIയുടെ ആശയങ്ങളായാൽ പോരെ. ഇതാണ് അവർക്ക് ലാഭ കച്ചവടം. ഇൻസ്റ്റെഡ് ഓഫ് നെയിമിങ് സംബഡി ഹു ഇസ് എ ബോൺ മുസ്ലിം, അതിനേക്കാൾ അവർക്ക് സന്തോഷം ഹിന്ദു നാമധാരിയായ പേരിന് വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ പോയി തിരിഞ്ഞു കളിക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി അവർക്ക്. അങ്ങനെ ഒരാളെ അവർക്ക് കിട്ടി. അതാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, അവരെന്തുകൊണ്ടാണ് നോക്കൂ, യൂട്യൂബിൽ വലിയൊരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് ജർമ്മനിയിൽ താമസിക്കുന്ന, അറിയാലോ, ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് മോദിക്ക് വിദ്യാഭ്യാസമില്ല, മോദിയുടെ ഭാര്യ വണങ്ങിപ്പോയതാണ്, മോദി ഇങ്ങനെ മോദിയെ കുറിച്ചുള്ള എല്ലാ ഡാർക്ക് ചിത്രങ്ങൾ, മോദിയെ ഒന്ന് ഡീമനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം വീഡിയോകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ ഒരു വലിയ ആശ്വാസകരമായ ഒരു മാറ്റം വന്നതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഇവിടുത്തെ ഹിന്ദു ജനസാമാന്യത്തിന്റെ ഇടയിൽ ആരാണ് യഥാർത്ഥ ശത്രു എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സോറോസും കൂട്ടരും ലോക സമ്പന്നന്മാരും പണം മുടക്കി ഈ ഇലക്ഷനെയും മറ്റും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവിടെ വോട്ടിംഗ് നടത്തുമ്പോൾ ഹിന്ദുക്കൾ കോൺഷ്യസ് വോട്ടിംഗ്, അതായത് ബോധപൂർവകമായ വോട്ടിംഗ് തുടർന്നു എന്ന തെളിവാണ് മോദി വീണ്ടും അധികാരത്തിൽ വന്നത്. ഇപ്പോൾ അവർ മനസ്സിലാക്കി, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ലെറ്റേഴ്സ് ഒക്കെ അണേർത്ത് ചെയ്യുമ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ അണേർത്ത് ചെയ്ത് വരുമ്പോൾ the one benefit I am seeing is ഹിന്ദുക്കൾക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്, ഒരു കാരണവശാലും കോൺഗ്രസ് എന്ന പാർട്ടിയെ അല്ലെങ്കിൽ CPIM എന്ന പാർട്ടിയെ അധികാരത്തിലെത്തിച്ചാൽ അത് നമുക്ക് തന്നെ സ്വയം പാരയാവുന്ന ഒരു ബോധം ഹിന്ദുക്കളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മോദി ഇപ്പം മോദിയെ ഡീമനൈസ് ചെയ്ത്, മോദി കല്യാണം കഴിച്ച സ്ത്രീയോട് നീതി പുലർത്തിയില്ല, മോദിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, മോദിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഇനി അല്ലെങ്കിൽ അതിലും വലിയ ആരോപണങ്ങളൊക്കെ ധ്രുവ് റാഠിയിലൂടെ പുറപ്പെടുവിച്ചല്ലോ. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എപ്പോഴും ഇതിൽ ചിരിക്കുന്ന സഖ്യകക്ഷികളെല്ലാം, ഇന്ത്യ മുന്നണിയിലുള്ളവരെല്ലാവരും തന്നെ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പണ്ട് മുതലേ എടുത്തു വന്നിട്ടുള്ളവരാണ്.
അപ്പൊ പ്രോ ഇസ്ലാമിക് സ്റ്റാൻഡിനെ വിജയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്കയെയോ ഒക്കെ മുന്നിൽ നിർത്തി ഫീൽഡ് ചെയ്തിട്ട് ഇന്നും നോക്കണം, ഇവരുടെ രാഷ്ട്രീയ തന്ത്രം വളരെ പഴഞ്ചനാണെന്ന് പറയാതെ വയ്യ. പണ്ട് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പലരും പറയാറുണ്ടായിരുന്നു, പിന്നെ മുനീർ തന്റെ കവിളിന്റെ മിനുസമുള്ള റോഡുകളല്ലേ നമുക്ക് ഉണ്ടാക്കി തന്നത്. എം കെ മുനീറിന്റെ ഇലക്ഷൻ പ്രചരണമാണ്. മുനീറിന്റെ തുടുത്ത് മിനുസമുള്ള കവിള് പോലെ റോഡുകളാക്കി തന്നില്ലേ മുനീർ സാഹിബിന് വോട്ട് ചെയ്യുക എന്ന്. അതായത് വെറും ഈ അമ്മായി കഥ മാത്രം പൈങ്കിളി കഥ മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം, ഹിന്ദുക്കളെ വോട്ട് കിട്ടുമെന്ന ചിന്ത തകർത്ത് കളഞ്ഞയാളാണ് മോദി. അതിന്റെ ഉദാഹരണമാണ് ഈ പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, മുടിയാണ്, ഇന്ദിരാഗാന്ധിയെ പറിച്ചു വെച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ ഇന്ന് എത്ര കരഞ്ഞിട്ടും ഹിന്ദുക്കളിൽ വലിയൊരു ശതമാനം ഇപ്പോൾ പണ്ടത്തെ പോലല്ല, കോൺഷ്യസ് വോട്ടിംഗ്, അതായത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സാംസ്കാരിക ബിംബങ്ങൾ അവഹേളിക്കപ്പെടാതിരിക്കാനാണ്, ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനാണ്, ഞങ്ങളുടെ മാനബിന്ദുക്കളെ കളിയാക്കാതിരിക്കാനാണ്, ഞങ്ങളുടെ സാംസ്കാരിക ഔന്നത്യത്തെ തകർത്ത് കളയാതിരിക്കാനാണ്, ഔറംഗസീബുമാരുടെ പുതിയ അവതാരങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കാനാണെന്ന ഒരു കൃത്യമായ ആന്റി ജിഹാദ് കോൺഷ്യസ്നെസ് ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ വിശേഷമായിട്ടും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും വളരെ ശക്തമായി വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ പോലും നമ്മളെ ഒരു 10 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ PC ജോർജ് അറസ്റ്റിലായപ്പോ പിന്നെ ജിഹാദികൾ വളരെ സന്തോഷിക്കുന്നുവെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റികൾ അതിശക്തമായതിനെ വിമർശിക്കാൻ കാരണം ഇവിടെ ഒരു ജിഹാദ് മെന്റാലിറ്റി ഉയർന്നു വന്നിട്ടുണ്ട്. ആ മെന്റാലിറ്റിയാണ് BJP ജയിപ്പിക്കുന്നത്. അതെ, ആ മെന്റാലിറ്റിയാണ് BJP ജയിപ്പിക്കുന്നത്. ഇവിടെയും അത് വന്നു എന്ന് പറഞ്ഞാൽ അത് CPIM-ന്റെയും കോൺഗ്രസ് മുന്നണിയുടെയും മരണമണിയാണെന്ന് അവരോർത്താൽ അവർക്ക് നല്ലത്. യെസ്, എന്തായാലും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്നവർ ആരായാലും, അത് വ്യക്തികളായാലും പ്രസ്ഥാനമായാലും ഇനി രാഷ്ട്രീയ പാർട്ടി ആയാലും, അവരെ ഇല്ലാതാക്കണം, അവരെ നിരോധിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.